SKSSF തിരുമിറ്റക്കോട് ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ച നമ്മുടെ ഈ പ്രചരണ സമ്മേളനം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഏതാനും സമയത്തിനകം ഈ ശ്രേഷ്ഠമായ സദസ്സിൽ എത്തിച്ചേരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ 90-ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് ഏതാനും വെളിപ്പാടകലെ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികൾ വളരെ വ്യാപകമായി നടന്നുവരുന്നു. 2 മേഖലാ തലങ്ങളിൽ ആരംഭിച്ച സന്ദേശയാത്രകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദും ഷെയ്ഖുന കോട്ടമല ഉസ്താദും നയിക്കുന്ന 2 യാത്രകൾ 2 മേഖലകളെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ആ യാത്ര പ്രയാണം തുടരുന്നത് എന്ന അറിവാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമായി തീരും എന്നതിന്റെ അടയാളങ്ങളാണ് അതെല്ലാം. മംഗലാപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടന മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനം തന്നെ സമസ്തയുടെ സംസ്ഥാന തലത്തിലെ ഒരു മഹാസമ്മേളനം പോലെയായി മാറിയപ്പോൾ സമ്മേളനം കഴിഞ്ഞതിന്റെ റിപ്പോർട്ടും അതിന്റെ ചാനൽ പ്രോഗ്രാമുകളൊക്കെ കണ്ടപ്പോഴാണ് പല ആളുകൾക്കും പോയില്ലല്ലോ എന്ന നിരാശ അനുഭവപ്പെട്ടത്. സമസ്തയുടെ വിളി കേൾക്കാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് സന്നദ്ധരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അങ്ങനെയുള്ള എല്ലാ പരിപാടികളും 90-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികളായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം ആലപ്പുഴയിലെ വരാനിരിക്കുന്ന മഹാസമ്മേളനത്തിൽ ആള് കുറയുമോ എന്ന ഭയം കൊണ്ടോ പേടി കൊണ്ടോ അതിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്താനുള്ള ഒരു ശ്രമകരമായ ദൗത്യമല്ല. ആലപ്പുഴയിൽ ഒരു മഹാസാഗരം ഒരു മഹാചരിത്രമായി തീരും. അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പുണ്യം ലഭിക്കും. അത് സമസ്തയുടെ പാരമ്പര്യവും ചരിത്രവുമാണ്. നമ്മുടെ ഈ പ്രചരണ പരിപാടിയുടെ ലക്ഷ്യം സമസ്തയുടെ സന്ദേശം നാട്ടുകാരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. സമ്മേളനത്തിന് പോകാൻ വാഹനങ്ങൾ ബുക്ക് ചെയ്തു, ട്രെയിനുകളിൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്തു, ഈ വരുന്ന സമസ്തയുടെ സമ്മേളനം തുടങ്ങുന്ന ദിവസങ്ങളെ എണ്ണിക്കാത്തിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ഫാത്തിഹ ഓതി, സൂറത്ത് യാസീൻ ഓതി, ഖുർആൻ ഓതിയുള്ള കൂട്ടപ്രാർത്ഥനകൾ നടക്കും. മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ക്യാമ്പുകളിൽ വളരെ മനോഹരമായ വിഷയാവതരണങ്ങളും ആത്മീയമായ സദസ്സുകളും ദിക്റിന്റെയും ദുആയുടെയും പ്രാർത്ഥനയുടെയും വളരെ ചിട്ടയോടുകൂടെയുള്ള ക്യാമ്പുകൾ നടക്കും. ആത്മീയമായ ഉയർച്ചയ്ക്കുള്ള ഒരു തർബിയത്തായി ആ സുദിനങ്ങളെ നാം ഏവരും കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പോകാനും ആ ചരിത്ര മഹാസംഗമത്തിൽ പങ്കെടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രഗത്ഭരായ 2 നായകന്മാർ, സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും, അല്ലാഹു ആ മഹാനുഭാവന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് രോഗാവസ്ഥയിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദും ക്ഷീണിതനാണ്. നാമൊക്കെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു ആലപ്പുഴയിലെ സമ്മേളനത്തിൽ അവരെയൊക്കെ മനസ്സ് നിറയെ കാണണമെന്ന്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ദുആകൾ 100,000 മജ്ലിസുകളിൽ നടന്നു വരികയാണ്. ഇന്നത്തെ ദിവസം
മദ്രസകൾ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാ ദിനങ്ങളായി ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കൾ ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, ദീനീ പ്രവർത്തകർക്ക്, മദ്രസയുടെ അഹലുകാർക്ക്, മരണപ്പെട്ടുപോയവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് അതിശക്തമായ ഫലം കാണുന്നു എന്നതിന്റെ അടയാളം അൽഹംദുലില്ലാഹ് ഡോക്ടർമാരൊക്കെ വളരെ അപകടകരമായ നിലയിലാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് സുഖം പ്രാപിച്ചു വരുന്ന സന്തോഷകരമായ വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു പൂർണ്ണമായ ആരോഗ്യം മഹാനുഭാവന് പ്രദാനം ചെയ്യട്ടെ. ദുആ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് ഏറ്റവും വലിയ ഗുണം ദുനിയാവിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടയാളങ്ങൾ എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലുള്ള ഗുണം എന്ന് ചോദിച്ചാൽ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുമ്പോൾ എന്താണ് അതിന്റെ ലാഭം എന്ന് ചോദിച്ചാൽ, ഈ കിട്ടുന്ന പ്രാർത്ഥനകളാണ്. 10,000-ഓളം വരുന്ന മദ്രസകൾ, ആ മദ്രസകളിലെ 12 ലക്ഷത്തോളം വരുന്ന കുഞ്ഞുമക്കൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഖുർആനും യാസീനും ദിക്റുകളുമൊക്കെ ചൊല്ലി കൂട്ടപ്രാർത്ഥന നടത്തിയില്ലേ? പുണ്യമായ റബീഉൽ ആഖിറിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്തിന് മുമ്പാണ് ആ തീരുമാനം കൈക്കൊണ്ടത്. ഒരു വർഷത്തിൽ ഒരു സുദിനം ഐക്യരാഷ്ട്രസഭ ഓരോ ദിവസവും ഓരോ പ്രത്യേകമായ ദിനങ്ങളായി ആചരിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഓരോരുത്തരും ഓരോ ദിനങ്ങളെ പ്രത്യേകമായ ദിനങ്ങളായി ആചരിക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചില ദിനങ്ങൾ ആചരിക്കുന്നു, കൊണ്ടാടുന്നു. അതിൽപ്പെട്ടതാണ് പ്രാർത്ഥനാ ദിനം. എന്തിനു വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു? പള്ളികളിലും മദ്രസകളിലും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കൾ, നിഷ്കളങ്കരായ പൊന്നോമന മക്കൾ, ഇത് എവിടെയാണുള്ളത്? ഏത് രാജ്യത്താണുള്ളത്? ഏത് സംസ്ഥാനത്തിലാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് UP, ഉത്തർപ്രദേശ്. 7 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന UPയിൽ ഏതാനും 3-4 വർഷങ്ങൾക്ക് മുമ്പ് UP ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 4500 മദ്രസ അധ്യാപകരാണ് UPയിലുള്ളത്, ഉത്തർപ്രദേശിലുള്ളത്. കേരളത്തിലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ MSR എടുത്ത മുഅല്ലിം സർവീസ് രജിസ്റ്റർ എടുത്തിട്ടുള്ള 88,000-ഓളം വരുന്ന മുഅല്ലിമീങ്ങളുണ്ട്. 1 ലക്ഷത്തിലധികം അധ്യാപകർ, 12 ലക്ഷത്തോളം വരുന്ന കുഞ്ഞുമക്കൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ എവിടെയും നോക്കിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ മനോഹരമായ ഒരു മാതൃക, ഒരു ചിന്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ ഇത്ര വലിയ സൗഭാഗ്യം എന്താണ് സമസ്ത കൊണ്ടുള്ള ലാഭം? നമ്മുടെ നാടുകളിലൊക്കെ മദ്രസയുടെ അഹലുകാരാണ് നാം ഓരോരുത്തരും. സമസ്തയുടെ മദ്രസകളിൽ പഠിച്ചവരാണ്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നവരാണ്, മദ്രസകളിലേക്ക് വരിസംഖ്യ കൊടുക്കുന്നവരാണ്, മദ്രസയുടെ ഭാരവാഹികളാണ്. മദ്രസകളിൽ പുണ്യമായ റബീഉൽ അവ്വലിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തവരാണ്, അതിന് സഹായിച്ചവരാണ്, പ്രവർത്തിച്ചവരാണ്. മദ്രസ എന്നത് നമുക്കൊക്കെ നമ്മുടെ ഒരു ആത്മീയ കേന്ദ്രങ്ങളാണ്. ആ ബന്ധം അതിന് ഏറ്റവും മനോഹരമായ ചിട്ടയോടുകൂടി നേതൃത്വം. 1-ാം ക്ലാസ്സിൽ അലിഫ് എന്ന അക്ഷരം പഠിപ്പിക്കാൻ അദബുൻ എന്നുള്ള ബാലപാഠം പഠിക്കുന്നത് മുതൽ +2 തലം വരെ വളരെ മനോഹരമായ കെട്ടിറപ്പോടെ ചിട്ടയോടെ സംവിധാനിച്ച സിലബസ് അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞിന് പഠിക്കാനാവശ്യമായ മാതൃകാപരമായ വളരെ ശാസ്ത്രീയമായ സിലബസ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് നാളെ പരലോകത്ത് ഉപകാരം ലഭിക്കാൻ മദ്രസയുടെ അഹലുകാർ, സമസ്തയുടെ അഹലുകാർ അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമാണ് പ്രാർത്ഥനാ ദിനം, അതിന്റെ ഭാഗമാണ് മുഅല്ലിം ദിനം.
ഓരോ ദിനങ്ങളിൽ ആ ദിനങ്ങളിലൊക്കെ എന്ത് പദ്ധതികളാണ്, പ്രവർത്തനങ്ങളാണ് കൃത്യമായി പറയുന്നത്. പ്രധാനമായി ദുആ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള ദുആ, ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളോടും ഉസ്താദുമാരോടും അതാത് ഖബർസ്ഥാനുകളിൽ ചെന്ന് കൂട്ടമായി ദുആ ചെയ്യാൻ സമസ്ത നിർദ്ദേശിക്കുന്നു. നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമുക്ക് ബാക്കിയായി പിന്നെയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജാരിയായ സദഖകളെ പോലെ അണമുറിയാതെ നമ്മുടെ ഖബറുകളിലേക്ക് ഒഴുകി വരുന്ന പ്രതിഫലത്തിന്റെ നന്മയുടെ വഴി, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. നമ്മൾ മരണപ്പെട്ടാലും ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ദിനങ്ങളിലെ, മുഅല്ലിം ദിനങ്ങളിലെ, ഇങ്ങനെയുള്ള സദസ്സുകളിലെ, നബിദിന പരിപാടികളിലെ ഖുർആനിന്റെയും സ്വലാത്തിന്റെയും ദിക്റിന്റെയും പ്രാർത്ഥനകളുടെയും മനോഹരമായ പ്രതിഫലങ്ങൾ ഖബറുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. നമ്മുടെ ഈ രാജ്യത്ത് മറ്റുള്ള പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. സമസ്ത ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. ആ തലത്തിലാണ് നമ്മുടെ മുൻഗാമികൾ അതിനെ നോക്കിക്കൊണ്ടത്, ബഹുമാനിച്ചത്. ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ 90 വർഷങ്ങളിൽ ഏതൊക്കെ സംഘടനകൾ ഈ രാജ്യത്ത് വന്നു, കേരളത്തിൽ വന്നു. 100,000 സംഘടനകൾ കേവലം ഈ കഴിഞ്ഞുപോയ 90 കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പല സംഘടനകളും ഇല്ലാതായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് കടന്നുവന്ന പല പ്രസ്ഥാനങ്ങളും ഇല്ലാതായില്ലേ? സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞുപോയ പല സംഘടനകളും ഇല്ലാതായില്ലേ? എന്തുകൊണ്ട്? വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ, ബുദ്ധിരാക്ഷസന്മാർ ആലോചിച്ച അജണ്ടകൾ തയ്യാറാക്കി രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാതായി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മതരംഗത്ത് പോലും. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓരോ ദിവസവും വികസിച്ച് വലുതാവുകയും അതിന്റെ പ്രവർത്തന മേഖല വ്യാപിച്ചുകൊണ്ടിരിക്കുകയും. എന്തുകൊണ്ട്? സമസ്തയുടെ തലപ്പത്തിരിക്കുന്നത് വലിയ വലിയ ബുദ്ധിജീവികളല്ല, ബുദ്ധിരാക്ഷസന്മാരല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പല സംഘടനകളും, പല സാംസ്കാരിക സംഘടനകളും അവരുടെ സംഘടനയുടെ അജണ്ടകൾ തയ്യാറാക്കാൻ, അവരുടെ നേതാക്കൾക്ക് വ്യക്തിത്വ വികസനം പഠിപ്പിക്കാൻ, പെരുമാറ്റ രീതികൾ പഠിപ്പിക്കാൻ വിദേശത്ത് നിന്ന് പ്രൊഫഷണൽ ഇൻസ്ട്രക്ടർമാരെ കൊണ്ടുവരുന്നു. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് പോലും ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസമാണത്. പ്രധാനമന്ത്രിക്ക്, കേന്ദ്രമന്ത്രിമാർക്ക്, സംസ്ഥാന മന്ത്രിമാർക്ക് അവർക്ക് വ്യക്തിത്വ വികസനം പഠിപ്പിക്കാൻ വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു. അവർക്ക് സംഘടനാ ശാസ്ത്രം പഠിപ്പിക്കാൻ അതിനെ കെൽപ്പുള്ള പ്രഗത്ഭരായ ആളുകളെ ഇറക്കുമതി ചെയ്യുന്നു. പല രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള ആളുകൾ ഒരാഴ്ചയും 1 മാസവും 2 മാസവും ഒക്കെ വിദേശങ്ങളിലേക്ക് പോയി പഠിക്കുന്നു. സംഘടനാ ശാസ്ത്രം പഠിക്കുന്നു. സംഘടനയെ എങ്ങനെ വളർത്താമെന്ന് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ സംഘടനാ പാഠവും വികസിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സ്വാഭാവികമായി ചില സംഘടനകളെ വളർത്താൻ അതിന്റെ തലപ്പത്തേക്ക് വളരെ പ്രഗത്ഭരായ പ്രഭാഷകരെ കൊണ്ടുവരാറുണ്ട്. ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങളെ കോൾമേർ കൊള്ളിപ്പിക്കുന്ന, ജനങ്ങളെ സംഘടനകളിലേക്ക് കൊണ്ടുവരാൻ കൂരപ്പുകളുള്ള കുത്തിപ്പിളക്കുന്ന ഓർത്തേറിയ വാക്കുകൾ പറയാൻ കഴിവുള്ള പ്രഗത്ഭരായ പ്രഭാഷകരെ നേതാക്കളാക്കി മാറ്റാറുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ അങ്ങനെയുള്ള പ്രഭാഷകരാണ്. ശൈഖുനാ കോഴിക്കോട് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും അങ്ങനെയുള്ള നമ്മുടെ നേതാക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് സംഘടനാപരമായ കോച്ചിങ്ങുകളും സംഘടനാപരമായ ട്രെയിനിങ്ങുകളും നേടിയവരോ, മികച്ച സംഘടനാ പാഠവുമുള്ളവരോ, വലിയ വലിയ പ്രഭാഷകരോ, വലിയ വലിയ സമ്പന്നന്മാരോ, രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുള്ളവരോ ഇതൊന്നുമല്ല. ഏതൊരു സംഘടനാ തലപ്പത്തേക്ക് കടന്നു വരാനും പല തന്ത്രങ്ങളും കുടുംബങ്ങളും ഒക്കെയുള്ള, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ആകർഷിക്കാൻ കഴിയുന്ന, ശാരീരികമായ, സൗന്ദര്യപരമായ, സാമ്പത്തികപരമായ പല മികവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് തലപ്പത്തേക്ക് നേതാക്കൾ വരാറുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത്
പല രാഷ്ട്രീയ രംഗത്തുള്ളവരും സിനിമാ നടിമാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിന്റെ കാരണം അവരുടെ സൗന്ദര്യം, അവരുടെ കലാപരമായ കഴിവ് സിനിമാ രംഗത്തുള്ളവരെ രാഷ്ട്രീയ നേതാക്കളാക്കി മാറ്റുന്നു. സൗന്ദര്യമുള്ളവരെ, സൗന്ദര്യ റാണിമാരെ സംഘടനാ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. ഏത് തരത്തിലാണ് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുക എന്നത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്ഥാനങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും ചരിത്രത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു വഴിയും ഇന്നേ വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. സമസ്തയുടെ തലപ്പത്തുള്ളവര് ചില ഗുണവിശേഷങ്ങളുള്ളവരാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്വാലിഹീങ്ങൾ, രാജാതിരാജനായ റബ്ബിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങൾ, സമസ്തയുടെ ആലിമീങ്ങളെക്കുറിച്ച്, കോഴിക്കോട് ഉസ്താദിനെക്കുറിച്ച്, ചെറുശ്ശേരി ഉസ്താദിനെക്കുറിച്ച്, കഴിഞ്ഞുപോയ ആലിമീങ്ങളെക്കുറിച്ച്, കണ്ണീർ ഉസ്താദിനെക്കുറിച്ച്, ശംസുൽ ഉലമയെക്കുറിച്ച് പലർക്കും പറയാറുള്ള ആക്ഷേപം എന്തായിരുന്നു? അവര് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ല, അവര് നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരല്ല. ജനങ്ങളുടെ മുന്നിൽ വിലപിടിപ്പുള്ള വാഹനവും വിലപിടിപ്പുള്ള വസ്ത്രവും ഭൗതികമായ അലങ്കാരങ്ങളും സൗകര്യങ്ങളും അത് പാണ്ഡിത്യത്തിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ചു കൊടുത്തത് ചില ആധുനിക പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവരാണ്. നമ്മുടെ മഹാന്മാരായ മുൻഗാമികളായ ഉസ്താദുമാർ അവർക്കുള്ളത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് നല്ല നിയ്യത്താണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഖൽബാണ്, ഈമാനാണ്, ദുആ സ്വാലിഹീങ്ങളാണ്, രാജാതിരാജനായ റബ്ബിന്റെ അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളാണ്, ആരിഫീങ്ങളാണ്, മഹത്തുക്കളാണ്. സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്: സമസ്തയിൽ ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട് എന്ന്. 100 കണക്കിന് ഔലിയാക്കൾ എന്നല്ല, 1000 ഔലിയാക്കൾ എന്നല്ല, ലക്ഷക്കണക്കിന് ഔലിയാക്കളുള്ള പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ കഴിഞ്ഞുപോയ മഹാസമ്മേളനങ്ങളിലേക്ക് ജനകോടികൾ ഒഴുകിയെത്താറുള്ളത് ആ ഔലിയാക്കളുടെ മഹാസംഗമത്തിലേക്ക്. ഔലിയാക്കളെ നേതൃത്വം നൽകുന്ന, ഔലിയാക്കളെ പങ്കെടുക്കുന്ന ആ മഹാസാഗരത്തിലേക്ക് ശൈഖുനാ റബീഅത്ത് ഉസ്താദിന്റെ ദുആ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറയുന്ന ഖൽബിൽ തള്ളുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, അതിന് ആമീൻ പറയാൻ, അതിനാണ് അങ്ങോട്ട് പോകാറുള്ളത്. പ്രഭാഷണങ്ങൾ കേൾക്കലല്ല നമ്മുടെയൊക്കെ ലക്ഷ്യമുണ്ടായിത്തീരാറുള്ളത്. ജാമിഅ സമ്മേളനത്തിൽ പോകുമ്പോഴും നമ്മുടെയൊക്കെ ഉദ്ദേശം ആ ഒരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ കൊല്ലം ജാമിഅ സമ്മേളനത്തിലേക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ഒരു സംഘം, 10-25 പേരുള്ള ഒരു സംഘം, അവര് മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ആ ദുആയിൽ പങ്കെടുത്ത് ഉടനെ പോകും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ജാമിയയിലേക്ക് കടന്നു വന്നത്, അപ്പൊ പ്രസംഗം കേൾക്കണേ, മറ്റുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്? അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ വരുന്നത് ഈ ജാമിയയുടെ മുറ്റം, ഒരുപാട് ഔലിയാക്കളെ കാലുകുത്തിയ ജാമിയയുടെ മുറ്റം, ഒരുപാട് മഹത്തുക്കൾ പങ്കെടുക്കുന്ന, നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ മഹാന്മാരുടെ ഈ മഹാസംഗമത്തിൽ ഒന്നിച്ച് വലിയൊരു ജമാഅത്ത് മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹാന്മാര് ഇവിടെ ദുആ ചെയ്യും. മഗ്‌രിബ് നിസ്കാരത്തിന് സമ്മേളനം തുടങ്ങുമ്പോ ആ ദുആയിൽ പങ്കെടുക്കണം. സമ്മേളനത്തിന്റെ മുന്നോടിയായി ഖുർആൻ ഓതാറുണ്ട്, മൗലിദ് ഓതാറുണ്ട്. ആ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ദൂരെ നിന്ന് പോലും യാത്ര ചെയ്ത് കടന്നു വരുന്നവർ. ഒരാത്മീയമായ ഒരു ലക്ഷ്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. അതാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വിജയവും. ഓരോ മാസവും വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേരുമ്പോ 15-16 മദ്രസകളൊക്കെ പുതിയതായി അംഗീകരിക്കാനുണ്ടാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരൊറ്റ മദ്രസയും അറബി പണം കൊണ്ടുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഓരോ മാസവും പുതിയതായി അംഗീകരിക്കുന്ന മദ്രസകൾ, ആ മദ്രസകൾ നാട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മദ്രസകൾ, അവർ വരിസംഖ്യ നിശ്ചയിച്ചും പിരിവെടുത്തും സംഭാവന വാങ്ങിയും അങ്ങനെ ഉണ്ടാക്കിയ വാല് സംഘടിപ്പിച്ചും സഹോദരന്മാരും കാവിലെ കുട്ടികൾക്ക് സ്വർണ്ണാഭരണം കൊടുത്തു ലേലം ചെയ്തും ഫണ്ടുണ്ടാക്കിയിട്ടുണ്ടാക്കിയെടുത്ത മദ്രസകൾ. പല ആളുകളും അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഞങ്ങളുടെ സിലബസ് അംഗീകരിച്ചാൽ ഇതാ 25 ലക്ഷത്തിന്റെ 30 ലക്ഷത്തിന്റെ മദ്രസ ഉണ്ടാക്കി തരാമെന്ന്.
സമസ്ത കേരള ജമിയത്തുലമയോ സമസ്തയുടെ ആലിമീങ്ങളോ ഇന്ന് 9,500 മദ്രസകളിൽ ഒരൊറ്റ മദ്രസ പോലും ഞങ്ങളുടെ ആ മദ്രസ ഉണ്ടാക്കിയതാണ്, ഞങ്ങളുടെ സിലബസ് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒരൊറ്റ മദ്രസ ഉണ്ടാക്കിയിട്ടില്ല. ഈ മദ്രസകൾ താനൂരിൽ സ്ഥാപിച്ച ഒന്നാമത്തെ മദ്രസ മുതൽ ഈ അവസാനം അംഗീകരിച്ച മദ്രസ വരെ നാട്ടുകാരുണ്ടാക്കിയതാണ്, ജനങ്ങളുണ്ടാക്കിയതാണ്. ഒരു മദ്രസ ഉണ്ടാക്കിയാൽ ആ മദ്രസയിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമസ്ത പഠിപ്പിക്കണം, സമസ്ത നിശ്ചയിക്കുന്ന സിലബസ് പഠിപ്പിക്കണം. കാരണം സമസ്തയുടെ സിലബസ് അത് അഖീദയും ഫിഖ്ഹും അഖ്ലാഖും എല്ലാം വളരെ കൃത്യമായി കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ ബുദ്ധിയും അനുസരിച്ച് അവരുടെ പക്വതയോടെ പ്രാകതയോടെ പഠിപ്പിക്കാൻ, പരലോകത്തേക്ക് വിജയിക്കാൻ തഖ്വയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട സിലബസാണെന്ന് നാട്ടുകാർക്കറിയാം. കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ ചെന്നപ്പോ ബഹ്റൈനിലെ ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്, മലയാളികളാണ് അതിന്റെ തലപ്പത്തുള്ളത്. സ്കൂളിൽ അറബി കുട്ടികൾ പഠിക്കുന്നു, ബഹ്റൈനിലെ പല രാജ്യത്തു നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിന്റെ തലപ്പെട്ട ആ സ്കൂൾ നടത്തുന്നത് കോഴിക്കോട് ജില്ലക്കാരായ ഒരു മലയാളി കുടുംബമാണ് അതിന്റെ തലപ്പത്തുള്ളത്. അതിന്റെ MD നല്ല യോഗ്യനാണ്, കോഴിക്കോട് ജില്ലക്കാരനാണ്, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളയാളാണ്. അദ്ദേഹം ഞാനും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളവിടെ ഒന്നിച്ചു ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ 2 കുട്ടികളെ പഠിപ്പിക്കാൻ ആദ്യം ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനെ നിശ്ചയിച്ചു. ഖുർആൻ പഠിപ്പിക്കാനും ഹദീസ് പഠിപ്പിക്കാനും ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാനും. ഒരുപക്ഷേ വളരെ ചെറുപ്പം മുതൽ കുടുംബസമേതം അവിടെ കഴിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബവും മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ, ഫിഖ് പഠിപ്പിക്കാൻ ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനെ നിശ്ചയിച്ചു. അദ്ദേഹം 2 കൊല്ലം എന്റെ കുട്ടികളെ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 കൊല്ലം എന്റെ കുട്ടികളെ പഠിപ്പിച്ചു, ഒന്നുമായില്ല, ഒരു പുരോഗതിയും ഉണ്ടായില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോ ബഹ്റൈൻകാരനായ അറബിയായ ഒരു പണ്ഡിതനെ തന്നെ അതിനുവേണ്ടി നിശ്ചയിച്ച് കുറച്ചുകൊണ്ട് ഒന്നാവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം 2 കൊല്ലം പഠിപ്പിച്ചു, ഒരു പുരോഗതിയും ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ നമ്മുടെ മദ്രസ സമസ്തയുടെ മദ്രസ ബഹ്റൈനിൽ നടക്കുന്നുണ്ട്. സമസ്ത കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ മദ്രസകൾ നടത്തുന്ന ബഹ്റൈനിലെ സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ എന്നാണ് അവിടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര്. അതിന്റെ കീഴിൽ 10-ലധികം വരുന്ന മദ്രസകൾ ഇപ്പോഴുണ്ട്. അതിന്റെ ലീഡർമാര്, അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളെ സമീപിച്ച് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ സമസ്തയുടെ സിലബസ് പ്രകാരം സമസ്തയുടെ കോച്ചിങ് കിട്ടിയ, ട്രെയിനിങ് കിട്ടിയ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദിനെ നിശ്ചയിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളുടെ എന്റെയും 4 കൊല്ലവും സമയവും അതിന് കൊടുത്ത പണവും ഫീസും ഒക്കെ വെറുതെയായി പോയി. ആദ്യം തന്നെ ഞാനിത് തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്ന് കുറ്റബോധത്തോടുകൂടെ പറയുമ്പോ ഒരുപക്ഷെ പഴഞ്ചനായി തോന്നുന്ന സമസ്തയും സമസ്തയുടെ സിലബസ് എന്നൊക്കെ പറയുമ്പോ പഴഞ്ചൻ തത്വത്തിൽ തോന്നുന്നത് അനുഭവത്തോടുകൂടെ ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർക്ക് സാധിക്കാത്ത, അറബി പണ്ഡിതന്മാർക്ക് സാധിക്കാത്ത കുട്ടികളുടെ ബുദ്ധിയും അവരുടെ ആവശ്യവും അവരുടെ യോഗ്യതയും അനുസരിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നത് ശറഈന്റെ നിയമങ്ങൾ അനുസരിച്ച്. 7 വയസ്സായാൽ കുട്ടികൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിക്കണം, അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കണം. നമ്മുടെ കേരളത്തിൽ തന്നെ പല സിലബസുകളുണ്ട്, പല പ്രസ്ഥാനക്കാർ നടത്തുന്ന സിലബസുകളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2ാം ക്ലാസ്സിലെത്തിയ കുഞ്ഞുമക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്ന രീതി, നിസ്കാരത്തിന്റെ ഫർമുകൾ ഏതൊക്കെയാണ്, ഷർത്തുകൾ ഏതൊക്കെയാണ്, നിസ്കാരത്തിന്റെ കൈഫിയത്തിന്റെ രൂപം എങ്ങനെയാണ്, വളരെ കൃത്യതയോടെ ശറഈന്റെ നിയമം അനുസരിച്ചാണ് സമസ്ത പഠിപ്പിക്കുന്നത്. ചില ആളുകളുടെ പുസ്തകങ്ങളെ നിങ്ങൾ പഠിക്കണം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സമസ്ത ഒഴികെ മറ്റുള്ളവരാരാണെങ്കിലും ആധുനിക രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാടകത്തിന്റെ രൂപത്തിൽ നിസ്കാരം പഠിപ്പിക്കുന്നവർ, നാടകത്തിന്റെ രൂപത്തിൽ നിസ്കാരം പഠിപ്പിക്കുന്നവർ ശറഈന്റെ നിയമങ്ങൾ അങ്ങനെ പഠിപ്പിക്കേണ്ടതാണോ? നാടകത്തിന്റെ രൂപത്തിലും അല്ലെങ്കിൽ നോവൽ രൂപത്തിലും അല്ലെങ്കിൽ സംഭാഷണ രൂപത്തിലും ചില സാങ്കല്പിക കഥാപാത്രങ്ങളെയൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കേണ്ടതാണോ ശറഈന്റെ നിയമങ്ങൾ?
നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുള്ളത്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിലും ഏത് വലിയ തലേക്കറിന്റെ പേരിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും സമസ്തയുടെ സിലബസൊക്കെ മോശമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. സമസ്തയുടെ സിലബസിനെ കൊച്ചാക്കി കാണിക്കുന്നവരുണ്ട്. ചില വ്യാജമായ തെറ്റായ ആരോപണങ്ങൾ സമസ്തയുടെ സിലബസിനെതിരെ കൊണ്ടുവരുന്നവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ശറഅ് നിയമമനുസരിച്ച്, കുട്ടികളുടെ ബുദ്ധി അനുസരിച്ച്, മനഃശാസ്ത്രമനുസരിച്ച്, ഓരോ കുട്ടികളുടെ പ്രായമനുസരിച്ച് വളരെ കൃത്യതയോടുകൂടെയുള്ള സിലബസ് തയ്യാറാക്കിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടുകൂടി ഈ കാര്യം പറയാൻ കാരണം, അദ്ദേഹം കേവലം ഒരു സമ്പന്നനല്ല. ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരനായ മലയാളി സുഹൃത്ത്, വിദ്യാഭ്യാസ രംഗത്ത് M.Ed നേടിയ, വിദ്യാഭ്യാസ രംഗത്ത് ഡോക്ടറേറ്റ് നേടിയ വളരെ ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പോലും തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്ഷ്യൻ അറബി പണ്ഡിതന്മാരെക്കാൾ, അവരുടെ സിലബസുകളെക്കാൾ കുട്ടികൾക്ക് പഠിക്കാനും പുരോഗതിയും കാര്യവും ഉപകാരവും ഉണ്ടാകുന്നത് സമസ്തയുടെ സിലബസാണ് എന്ന് അംഗീകരിച്ച അനുഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ മനോഹരമായ മാതൃക, ആ മാതൃകയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ അഭിമാനകരമായ ഒരു തലമുറയെ സുസജ്ജരാക്കി 40 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ സദസ്സിൽ തന്നെ ഭൂരിപക്ഷം ആളുകളുടെ വീടുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. നമ്മുടെ വീടുകളിലെ പൊന്നുപോലെ വാർത്തസൂക്ഷിക്കുന്ന ഫ്രെയിം ചെയ്ത് ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിലും നമ്മുടെ കുഞ്ഞുമക്കൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പാസ്സായ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്ന് തൂക്കി വെച്ചു. ഏത് വീടുകളിലാണ് ഇല്ലാത്തത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയ പുനപരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഏത് രാജ്യത്താവുള്ളത്? ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാ വീടുകളിലും എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലകളിലൊക്കെ ഈ മനോഹരമായ ഒരു മാതൃക മറ്റൊരു രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തുമില്ല. എന്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു അച്ചടക്കം, മനോഹരമായ ഒരു സ്വഭാവ രീതി, വളരെ ഉത്തമമായ ഒരു മാതൃക. ആ മാതൃകയെക്കുറിച്ചാണ് നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചത്. സമാധാനത്തോടെ, സംയമനത്തോടെ, വളരെ ഇജ്ജത്തോടുകൂടെ ഒരു സമുദായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മനോഹരമായ ഒരു സാഹചര്യം. ഈജിപ്തിൽ 95% മുസ്ലിങ്ങളാണ്. കേവലം 5% മാത്രമാണ് ആ മുസ്ലിങ്ങളുള്ളത്. ക്രിസ്ത്യാനികൾ അതിൽ മഹാഭൂരിപക്ഷവും. 95% വരുന്ന ഈജിപ്തിന്റെ മണ്ണിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളെന്താ? ആഭ്യന്തര കലാപങ്ങൾ, ഈജിപ്തിലൂടെ യാത്ര ചെയ്യാൻ പോലും ഭയപ്പെടേണ്ട അവസ്ഥകൾ. ഒരുപാട് പൂർവ്വസൂരികളായ മഹാന്മാർ നമ്മുടെ രാജ്യത്തെ അതിനേക്കാൾ വലിയ മനോഹരമായ പാരമ്പര്യം ഈജിപ്തിന്റെ മണ്ണിലുണ്ട്. വലിയ വലിയ ഇമാമിങ്ങൾ അവിടെ കഴിഞ്ഞുപോയി. ഈജിപ്തിലൂടെ യാത്ര ചെയ്തു പോയാൽ പഴയ കാലഘട്ടത്തിലുണ്ടായ മനോഹരമായ ഒരുപാട് മസ്ജിദുകൾ കാണാം, കലാലയങ്ങൾ കാണാം, മദ്രസകൾ കാണാം, മഖബറകൾ കാണാം. ദീനിന്റെ ഇജ്ജത്തുള്ള മനോഹരമായ ഈജിപ്തിന്റെ മണ്ണിൽ അബദ്ധം പറ്റിപ്പോയതെന്താ? പണ്ഡിതന്മാരുടെ കുറവല്ല, പള്ളികളുടെ കുറവല്ല, കലാലയങ്ങളുടെ കുറവല്ല, മഖബറകളുടെ കുറവല്ല, മറിച്ച് ഈജിപ്തിന്റെ മണ്ണിൽ ഒരു കെട്ടുറപ്പുള്ള നേതൃത്വമുണ്ടായില്ല. സമാധാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതൃത്വമുണ്ടായില്ല. വിദ്യാർത്ഥികളോട്ട് കടന്നുവന്നു, തീവ്രവാദം കടന്നുവന്നു. വിദ്യാർത്ഥികളുടെ തീവ്രവാദം മരിച്ചു കയറി. ഈജിപ്തിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഈജിപ്തിൽ ഒരുപാട് വർഗീയ സംഘടനകളുണ്ട്. ഇസ്ലാമിക പക്ഷത്തെ മുസ്ലിങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുമല്ലാത്തവരും കലാപങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന, വർഗീയതയിലേക്ക്, തീവ്രവാദത്തിലേക്ക് പോകുന്ന പലതരത്തിലുള്ള സംഘടനകളെ പിടിച്ചുകെട്ടാൻ ഈജിപ്തിലെ പണ്ഡിതന്മാർക്കോ അവിടുത്തെ നേതാക്കൾക്കോ സാധിച്ചില്ല. അതിന്റെ പേരിൽ നാട് കുട്ടിച്ചോറായി, കലാപങ്ങളുണ്ടായി. മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കുന്ന ദുരന്തങ്ങളുണ്ടായി. എന്തേ കാരണം? ഏറ്റവും പ്രധാനമായി ഒന്ന് മനസ്സിലാക്കണം. ലോകത്തെവിടെയും ഏതേത് തീവ്രവാദ സംഘടനകളുടെയും അടിത്തറ ബിദ്അത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ധാരയുള്ള
അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വഴികൾ, ഔലിയാക്കളെ സ്നേഹിക്കുന്ന വഴികൾ, പുണ്യമായ നമ്മുടെ വഴികളുണ്ടല്ലോ. മഖബറകളെ ബഹുമാനിക്കുന്ന, അവിടെ സിയാറത്ത് സംഘടിപ്പിക്കുന്ന, ഉറൂസ് നടത്തുന്ന, നേർച്ച നടത്തുന്ന, ഔലിയാക്കളെ ബഹുമാനിക്കുന്ന, ദിക്റിന്റെയും സ്വലാത്തുകളുടെയും ആത്മീയമായ വഴികൾ സംരക്ഷിക്കുന്ന തസവ്വുഫിന്റെ സൂഫികളുടെ ആരിഫീങ്ങളുടെ വഴികൾ സംരക്ഷിക്കുന്നവർ അവരൊരിക്കലും തീവ്രവാദത്തിലേക്ക് പോവുകയില്ല. അത് ചരിത്രത്തിൽ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ ഏത് തീവ്രവാദ സംഘടനകളും ഏത് വർഗീയ സംഘടനകളും വിദേഹത്തിന്റെ അടിത്തറയിലാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കേരളത്തിലുണ്ടായ തീവ്രവാദ സംഘടനകളുടെയും അടിത്തറ അങ്ങനെ തന്നെയാണ്. ഇന്നും കേരളത്തിൽ പല തീവ്ര സംഘടനകളും ഇല്ലാതായി. ഇപ്പോൾ ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അടിത്തറ തീവ്രവാദത്തിന്റെ അടിത്തറ വിദേഹത്താണ്, സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഭയപ്പെടുന്ന തീവ്രവാദ സംഘടന IS, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറി. സിറിയയിലും ഇറാഖിലും മറ്റുള്ള രാജ്യങ്ങളിൽ കലാപങ്ങൾ വിതക്കുന്നവർ പെട്ടെന്നാണ് IS പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ പിന്നിൽ ആരാണ്? മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. മുസ്ലിങ്ങളല്ലാത്ത IS-ന്റെ പിന്നിലുണ്ട്. മുസ്ലിങ്ങളും IS-ലുണ്ട്. എന്നാൽ മുഴുവൻ അത് ഇസ്ലാമിക വിരുദ്ധരാണ്, അങ്ങനെയും അഭിപ്രായം പറയുന്നില്ല. നമ്മുടെ വളരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, സിറിയയിൽ ഒരു IS ഭീകരനെ പിടികൂടി. എന്തോ ഒരു മഹാത്ഭുതം പോലെ ആ പിടികൂടിയ ദൃശ്യങ്ങളൊക്കെ അതിൽ വളരെ കൃത്യതയോടെ പുറത്തു വന്ന ചില കാര്യങ്ങൾ. അയാളുടെ കുപ്പായം അഴിച്ചു മാറ്റുമ്പോൾ അയാളുടെ പുറകുവശത്ത് കുരിശ് പച്ചകുത്തിയത് കണ്ടു. കുരിശാണ് പച്ചകുത്തിയിട്ടുള്ളത്. അപ്പോൾ സംശയം തോന്നിയവർ പരിശോധിച്ചു. അവർ രഹസ്യമായി പരിശോധിച്ചു. അപ്പോൾ അയാളുടെ സുന്നത്ത് കർമ്മവും നിർവഹിച്ചിട്ടില്ല. IS-ന്റെ ഭീകരരായ പ്രത്യക്ഷപ്പെടുന്നവരിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആരാണ് IS-ന് ആയുധങ്ങൾ കൊടുക്കുന്നത്? അതൊക്കെ നമുക്കറിയാം. മുസ്ലിം സമുദായങ്ങളെ, മുസ്ലിം രാജ്യങ്ങളെ അട്ടിമറിക്കാനും തകർക്കാനും സയനിസ്റ്റുകൾ, ജൂതന്മാർ, അതേപോലെ സാമ്രാജ്യത്വ ശക്തികൾ, അവരാണ് IS പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്തുന്നത്. പക്ഷേ അതിൽ മുസ്ലിം ചെറുപ്പക്കാർ കുടുങ്ങിപ്പോകുന്നു. അതിൽ കുടുങ്ങിപ്പോകുന്നു. അവിടെയാണ് വിഷയം. രണ്ട് തരത്തിൽ IS-നെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ഒന്ന്, അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന്. മറ്റൊന്ന്, അല്ല, അതിന്റെ പിന്നിൽ ജൂതരോ ക്രിസ്ത്യാനികളോ ഇത്തരത്തിലുള്ള ചാരസംഘടനകളോ ആണ് എന്ന്. രണ്ടുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടുമാണ്. സാമ്രാജ്യത്വ ശക്തികൾക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കൽ ആവശ്യമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ബിസിനസ് ആയുധ കച്ചവടം മാത്രമാണ്, മറ്റൊന്നുമല്ല. അമേരിക്കയെ പോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ബിസിനസ് ആയുധമാണ്, ആയുധ കച്ചവടമാണ്. ആയുധങ്ങൾ കച്ചവടം നടക്കണമെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവണം. അതാണല്ലോ. സൗദി അറേബ്യ ആയുധങ്ങൾ വാങ്ങണം, UAE ആയുധങ്ങൾ വാങ്ങണം. ഗൾഫ് രാജ്യങ്ങളിൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മണ്ണിൽ കൊടുത്ത $1 അത്ഭുതകരമായ സമ്പത്ത്. ആ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് ചെയ്യാനുള്ളത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ അവിടെ കൊണ്ടൊന്ന് വിറ്റഴിക്കലാണ്. അതിനുള്ള തന്ത്രമാണത്. കഴിഞ്ഞ കൊല്ലം അമേരിക്ക UAE-യോട് സ്വകാര്യം പറഞ്ഞു, സൗദി അറേബ്യയോട് സ്വകാര്യം പറഞ്ഞു, കുവൈറ്റിനോട് സ്വകാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ മുമ്പ് ഇസ്രയേലിന് മാത്രം കൊടുത്ത മിസൈലുകൾ, ആയുധങ്ങൾ നിങ്ങൾക്ക് തരാം. ഇസ്രയേലിന് മാത്രം കൊടുത്തിരുന്ന അത്യുഗ്രര ശേഷിയുള്ള മിസൈലുകളും ബോംബർ വിമാനങ്ങളും അത്യാധുനിക ആയുധങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് വാക്കുകൊടുത്തപ്പോ സന്തോഷത്തോടുകൂടെ UAE-യും അതേപോലെ സൗദിയും ഗൾഫ് രാജ്യങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. കോടി ഡോളർ അമേരിക്കയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. കാരണം ഇന്നേ വരെ ഇസ്രയേലിന് മാത്രം കൊടുത്ത ആയുധങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവര് മുഴുവനും വാങ്ങിവെച്ചു. ഒറ്റ മാസമേ കഴിഞ്ഞുള്ളൂ. അതിനേക്കാൾ ഈ ആയുധങ്ങളെ മുഴുവനും വെല്ലുന്ന, അതിനേക്കാൾ പ്രഹരശേഷിയുള്ള, അതിനേക്കാൾ പുത്തനായുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൊടുത്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? കോടിക്കണക്കിന് ഡോളറുടെ പഴഞ്ചരക്ക് അമേരിക്ക വിറ്റഴിച്ചു. ഈ തന്ത്രമാണ് അറബ് രാജ്യങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ ഒരു ജാരസംഗതിയെ 1948 ഒരു ജൂതരാജ്യത്തെ എല്ലാം കൊടുത്തുകൊണ്ട് വളർത്തി വലുതാക്കുന്നത് ഇവരാണ്. ഇവിടെ കുട്ടിച്ചോറാക്കണം. IS-നെ തന്നെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം.
IS കൊന്നുകളഞ്ഞതിൽ 90% ആളുകളും മുസ്ലിങ്ങളാണ്. ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇസ്ലാമിന്റെ ശത്രുക്കളോ അല്ല. IS തട്ടിപ്പൊളിച്ചത് തകർത്ത് കളഞ്ഞത് സിറിയയിലെ ഇറാഖിലെ ഒരുപാട് ഭീതി സംരംഭങ്ങളാണ്. മഖബറകൾ അവർ പൊളിച്ചിട്ടുണ്ട്. ഔലിയാക്കളുടെ മഖബറയുടെ കുമ്പകൾ അവർ തകർത്തിട്ടുണ്ട്. സുന്നത്തുൽ ജമാഅത്തിന്റെ കേന്ദ്രങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങൾ അവർ തകർത്തിട്ടുണ്ട്. മഹാപണ്ഡിതന്മാർ അവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്തേ? അവരുടെ ഏർപ്പാട്, അവരുടെ അടിത്തറ, അവരുടെ വിശ്വാസം വിദഗ്ധാണ്. ഒന്നാം തരം സലഫിസമാണ് ISന്റെ അടിത്തറ. ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആളുകൾ, മുഹമ്മദ് അബ്ദുവിന്റെ ആളുകൾ, ആ വിശ്വാസധാര, ഇബ്നു തൈമിയ്യയുടെ വിശ്വാസധാര, ഈ വിശ്വാസധാരകളിലേക്ക് പോകുന്ന സലഫിസമാണ് ഇവരുടെ അടിത്തറ. അതുകൊണ്ടാണ് അവർക്ക് മഖബറകൾ കണ്ടുകൂടാത്തത്, അവർക്ക് ഔലിയാക്കളെ വേണ്ടാത്തത്, അവർക്ക് ആരിഫീങ്ങളെ അവർ വലിച്ചെറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ഔലിയാക്കളുടെ മാസമാണ്. അബ്ദുൽ ഖാദിർ ജീലാനി മഹാനുഭാവന്റെ മാസമാണിത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ മാസമാണിത്. കണ്ണിയത്ത് ഉസ്താദിന്റെ മാസമാണിത്. ഔലിയാക്കളുടെ മാസമാണിത്. ലോകത്ത് ഔലിയാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം. ഇസ്ലാമിനെ ഇസ്സത്തുണ്ടാക്കിയത്, ഇസ്ലാമികമായ ദഅവത്ത് നടത്തിയത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. 10,000-കണക്കിന് ജൂത ക്രിസ്ത്യാനികൾ, മജൂസികൾ, ഇതര മതസ്ഥരായ ആളുകൾ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതല്ലേ ഗൗസുൽ ആലമിന്റെ ചരിത്രം? 10,000-കണക്കിന് ആളുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ ഉൾപ്പെടെ ഇസ്ലാമിന്റെ സ്നേഹതീരത്തേക്ക് ഗൗസുൽ ആലമിന്റെ വ്യക്തിപ്രഭാവം കണ്ട്, അവരുടെ കറാമത്ത് കണ്ട്, അവരുടെ വ്യക്തിവിശുദ്ധി കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ മുഖേന 90 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, അബുൽ ഹസൻ അലി നദവി ഉൾപ്പെടെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90 ലക്ഷത്തിലധികം. 90 ലക്ഷം, കേവലം 1 ലക്ഷമല്ല, 90 ആളല്ല, 90 ലക്ഷം രജപുത്രന്മാർ. പൊതുവെ രജപുത്രന്മാരുടെ രീതി എന്താ? അജ്മീറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹിന്ദു സമുദായത്തിലെ ഉന്നത കുലജാതന്മാർ. രജപുത്രന്മാരുടെ പ്രത്യേകത, ഹിന്ദു സമുദായത്തിലെ വലിയ പണ്ഡിതന്മാർ, വലിയ പുരോഹിതന്മാർ, വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പഠിച്ച ഹിന്ദു മതത്തിലെ വളരെ അവഗാഹം നേടിയ ധാരാളം പണ്ഡിതന്മാർ, ഹിന്ദു മതവിശ്വാസത്തിൽ വളരെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ. മാത്രമല്ല ആ കൂട്ടത്തിൽ വലിയ വലിയ സിദ്ധികൾ ഉള്ള ആളുകളുണ്ടായിരുന്നു. വലിയ വലിയ കഴിവുകളുള്ള അത്ഭുതങ്ങൾ ചെയ്തിരുന്ന ആളുകൾ. തന്റെ അനുയായികൾക്കിടയിൽ തീമഴ വരെ പെയ്തിരുന്നയാളാണ് ജയപാൽ മഹർഷി എന്ന പുരോഹിതൻ. ഹിന്ദു മത സമുദായത്തിലെ മഹാപണ്ഡിതൻ, അവരുടെ വലിയ നേതാവ്. രജപുത്രന്മാർക്കിടയിലെ അത്ഭുതങ്ങൾ, സിദ്ധികളുണ്ടായിരുന്ന, ഇതിനപ്പുറം എന്ന് പറയണം, തന്റെ ജനങ്ങൾക്ക് മുന്നിൽ തീമഴ വരെ പെയ്യിച്ച് കാണിച്ചു കൊടുത്തിരുന്ന അത്ര വലിയ ജ്ഞാനവിദ്യകൾ, സിദ്ധികളുണ്ടായിരുന്ന ജയപാൽ മഹർഷി ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചു ജയപാൽ മഹർഷി. പിന്നെ ശൈഖ് അബ്ദുള്ളയായി, മഹാനവറുകൾ വലിയ പണ്ഡിതനായി, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരായി, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ വലിയ ശിഷ്യനായി, മുരീദായി, കറാമത്തുകൾ കാണിക്കുന്ന വലിയായി വളർന്നു വന്നു. മഹാനവറുകൾ വഫാത്തായി. അവരടക്കം ചെയ്തത് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളോടൊപ്പം അവിടുത്തെ മഖബറയിൽ അജ്മീറിലെ ദർഗയിൽ തന്നെയാണ് ജയപാൽ മഹർഷി ശൈഖ് അബ്ദുല്ലാഹി റഹിമഹുല്ലാഹ് മഹാനവറുകളെ ഖബറടക്കം ചെയ്തത് എന്ന് അജ്മീറിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോ വലിയ ഹിന്ദു സന്യാസിമാരെ, വലിയ ഹിന്ദു നേതാക്കളെ, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇസ്ലാമിന്റെ സ്നേഹതീരത്തേക്ക് കൊണ്ടുവന്നത് ഗർവാപ്രസുഖത്തായിരുന്നില്ല. നിർബന്ധമായ മതപരിവർത്തനം കൊണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒറ്റ നാണയപ്പെട്ട് വാഗ്ദാനം ചെയ്തിട്ടായിരുന്നില്ല. വലിയ വലിയ പ്രഭാഷണം നടത്തിയിട്ടായിരുന്നില്ല. അവർക്ക് ഖുർആൻ പരിഭാഷ കൊടുത്തിട്ടല്ല. അവർക്ക് പീഡി വിതരണം ചെയ്തിട്ടില്ല. അവർക്കിടയിൽ സ്നേഹ സംവാദങ്ങൾ നടത്തിയിട്ടല്ല. അവരുടെ വ്യക്തിവിശുദ്ധി കണ്ടിട്ട്. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അജ്മീർ ദർഗയെ ഏറ്റവും വലിയ ബഹുമാനത്തോടെയാണ് നരേന്ദ്രമോദി പോലും നോക്കിക്കാണുന്നത്.
എന്തുകൊണ്ട്? രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റാണ് പരിശുദ്ധമാക്കപ്പെട്ട അജ്മീർ ദർഗയുടെ പരിപാലന ചുമതല കേന്ദ്ര ഗവൺമെന്റാണ്. അവിടുത്തെ ഏറ്റവും ഉന്നതമായ ദിവാന് ഇസ്സത്ത് കാറ്റഗറി പ്രൊട്ടക്ഷൻ കേന്ദ്ര ഗവൺമെന്റാണ് നൽകുന്നത്. അതിനൊരു പാരമ്പര്യത്തിന്റെ രഹസ്യമുണ്ട്. ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികളെല്ലാം മുഗൾ ചക്രവർത്തിമാരും ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ വഫാത്ത് മുതൽ അവിടുത്തെ മഖ്ബറയെ പരിപാലിക്കാൻ എല്ലാ ഭരണാധികാരികളും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഏതേത് ആശയവും ചിന്താഗതിയുമുള്ളവരാണെങ്കിലും രാജ്യത്തെ മാറി മാറി വന്ന സർക്കാരുകളും വളരെ ബഹുമാനത്തോടെ ഭക്തിയോടുകൂടെ അജ്മീർ ദർഗാ ഷരീഫിനെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഖാജാ തങ്ങളുടെ ചരിത്രം അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ എല്ലാവരും ഭയപ്പെടുന്നു, അവരെ എല്ലാവരും ബഹുമാനിക്കുന്നു, അവരെ എല്ലാവരും ആദരിക്കുന്നു. അവര് മുഖേനയാണ് ലോകമെവിടെയും ഇസ്ലാം വളർന്ന് വികസിച്ചത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അബുല്ലാല മൗദൂദി മുഖേന എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു? ഇബ്നു അബ്ദുൽ വഹാബ് മുഖേന എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു? മുഹമ്മദ് അബ്ദു മുഖേന, ജമാലുദ്ദീൻ അഫ്ഗാനി മുഖേന, അല്ലെങ്കിൽ ഇസ്ലാമിക ദഅവത്തിലൂടെയും തൗഹീദിന്റെയും അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ഇവരെ മുഖേന എത്രയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു? പക്ഷേ അങ്ങനെയുള്ള ഓരോ സംഘടനകളും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ പതിപ്പാണ് ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ. അവരുടെ നേതാക്കൾ അവരൊക്കെ ചെയ്തതെന്താ? അവരുടെ പ്രവർത്തനങ്ങൾ മുഖേന ഒരുപാട് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? മുസ്ലിങ്ങൾ അവർ കൊണ്ടുകളഞ്ഞിട്ടുണ്ട്. ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രം തുടങ്ങുന്ന കാലഘട്ടത്തിൽ മഹാന്മാരായ ഔലിയാ മഖ്ബറകൾ അവർ തല്ലിപ്പൊളിച്ചു. ഇന്ന് നമുക്ക് സങ്കടത്തോടുകൂടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ജന്നത്തുൽ ബഖയിൽ കടന്നു വന്നാൽ, പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ മുഅല്ലയിൽ കടന്നു വന്നാൽ, ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആലയുടെ ഖബറിന്റെ മുകളിൽ മനോഹരമായ എടുപ്പും കുബ്ബയും ഉണ്ടായിരുന്നു. ജന്നത്തുൽ ബഖയിൽ മനോഹരമായ കുബ്ബകളുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മഹാന്മാരായ മഹാസഹാബിമാരുടെ മുത്തുനബിയുടെ കുടുംബത്തിന്റെ അഹ്ലു ബൈത്തിന്റെ ഫാത്തിമ ബീവിയും കുടുംബവും കിടക്കുന്ന അവരുടെ ഖബറുകളുടെ മുകളിൽ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുത്തുനബിയുടെ ഭാര്യമാര് കിടക്കുന്ന ഖബറുകളുടെ മുകളിൽ വലിയ എടുപ്പുകളും കുബ്ബകളും ഉണ്ടായിരുന്നു. ആരാ തകർത്ത് കളഞ്ഞത്? നമുക്ക് വേദനയോടുകൂടെ മാത്രമേ നോക്കിക്കാണാനും ഇപ്പോൾ കഴിയൂ. പക്ഷേ വളരെ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് സന്തോഷകരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് മലാഹിരി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് ചേർന്നിരിക്കുന്ന അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുന്നു. ഇപ്പോഴത്തെ കഴിഞ്ഞ ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ കാലം മുതൽ ഇപ്പോൾ സൽമാൻ രാജാവാണ് സൗദി ഭരിക്കുന്നത്. ഇപ്പൊ ചെറിയ പുനരാലോചന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈ ഒരു കണിശതയോടെ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൂടാ. കാരണം സലഫിസമാണ് ലോകത്ത് തീവ്രവാദം ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ്, ഈ ഒരു ക്രൂരമായ അതിശക്തമായ തീവ്ര ചിന്താഗതിയോടുകൂടെയുള്ള വിജയത്ത് ആ തരത്തിൽ പോയിക്കൂടാ എന്ന ഒരു പുനരാലോചന സൗദി ഭരണകൂടം നടത്തുന്നു എന്ന് കേൾക്കുന്നതിന് സന്തോഷമുണ്ട്. അതിന്റെ ചില അടയാളങ്ങൾ സൗദിയിൽ തന്നെ കാണാൻ തുടങ്ങി. മുമ്പത്തേതിൽ നിന്ന് കുറച്ച് കാർക്കശ്യം കുറച്ചിട്ടുണ്ട്. ഇപ്പോ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് ഉഹദിൽ സിയാറത്തിന് പോയാൽ, മുമ്പ് ഉഹദിൽ സിയാറത്തിന് പോയാൽ ആ ഉഹദിന്റെ മനോഹരമായ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ കിടക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരുടെ ഖബറുകൾ നോക്കിക്കാണാൻ കഴിയുമായിരുന്നില്ല. കെട്ടിമറച്ച് അകത്തേക്ക് നോക്കിയാൽ കാണാത്ത വിധമാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോ അകത്തേക്ക് കാണുന്ന വിധത്തിൽ ഗ്ലാസ് ഇട്ട് എവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന രൂപത്തിലാണ് അവിടെ സംരക്ഷിക്കുന്നത്. അവിടെ മനോഹരമായ ഒരു പള്ളി, ഉഹദിലെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പഴയതുപോലെ തല്ലിപ്പൊളിക്കാതെ പഴയ ആചാരങ്ങളൊക്കെ നിലനിർത്തണമെന്നൊരു ചിന്താഗതിയിലേക്ക് ചെറിയ ഒരു പുനരാലോചന അവർ തുടങ്ങിയെന്ന വിവരം കേൾക്കുന്നതിന് സന്തോഷമുണ്ട്. അതിന് കാരണം ഇതാണ്, സലഫിസമാണ് തീവ്രവാദം വളർത്തുന്നത് എന്ന ലോകതലത്തിലുള്ള പഠനവും അറിവുകളും അതിന്റെ കൃത്യമായ ബോധ്യപ്പെടലും. ഞാൻ സൂചിപ്പിച്ചു വന്നതിന്റെ അടിത്തറ നമ്മുടെ നാടുകളിൽ, കേരളത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ ഒരു കാര്യം ആലോചിക്കും.
ഒരടിത്തറ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ നേതാക്കൾ അവരുടെയൊക്കെ വിശ്വാസങ്ങൾ എന്താണ്? അവരുടെയൊക്കെ കർമ്മരീതികൾ എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ പാഠശാലകളിലും പള്ളിദർസുകളിലും പഠിച്ചു വന്ന ആളുകൾ അവര് പോലും നിങ്ങളുടെ നേതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ എങ്ങനെയോ പെട്ടുപോയതാ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അവര് പോലും പിന്നീട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് അകന്നുപോയി. മലയാളത്തിൽ ജുമുഅ ഖുത്ബ നടത്തുന്നവർ സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തിന് നേതൃത്വം നൽകുന്നവരായി മാറിയില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. മഖബറകളെയും ദിക്റുകളുടെയും സലാത്തുകളുടെയും വിശുദ്ധമായ വഴികളെയും ആത്മീയ വഴികളെയും മൗലിദ് വേണ്ട, നബിദിനം വേണ്ട, മീലാദ് വേണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ വിശുദ്ധി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ പഠിക്കണം. വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഏത് കാര്യത്തെയും വികാരത്തോടുകൂടെയാണ് നിങ്ങൾ പറയാറുള്ളത്. ഞങ്ങളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ തീവ്രവാദത്തിന്റെ അപകടം പറയുമ്പോ സമസ്തയുടെ ഉസ്താദുമാര്, സമസ്തയുടെ പ്രഭാഷകര് തീവ്രവാദത്തിന്റെ അപകടത്തെക്കുറിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോ അതിന് ആ ഉസ്താദുമാരെ ചീത്ത വിളിച്ചു അവർക്കെതിരെ കുതിര കയറിയും ഒന്നുകിൽ പ്രായത്തിന് മൂത്തയാളുകൾ അല്ലെങ്കിൽ ബഹുമാനിക്കാതെ എടാ പോടാ എന്നൊക്കെ വിളിച്ച് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ സമസ്തയുടെ ഉസ്താദുമാരെ എരപ്പാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന നിങ്ങളുടെ ഈ വികാരമാണല്ലോ. മക്കളെ, നിങ്ങളുടെ പ്രായത്തിന്റെ പക്വത കുറവാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് പ്രായക്കുറവുള്ള കുട്ടികളാണ്. അവരുടെ പ്രകടനങ്ങൾ നിങ്ങൾ നോക്ക്, അവരുടെ പരിപാടികൾ നിങ്ങൾ പരിശോധിക്ക്. പ്രായക്കുറവുള്ള കുട്ടികൾ 15 മുതൽ ഒരു 10, 25, ഒരു 30 വയസ്സ് എന്തായാലും ആവാത്ത അവരാ ഭൂരിപക്ഷമുള്ളത്. പ്രായക്കുറവുള്ള കുട്ടികൾ അവരെ വികാരം കൊള്ളിക്കുകയാണ്. ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞ്, കുറെ സീഡികൾ കാണിച്ചു കൊടുത്ത്, കുറെ കണക്കുകൾ പറഞ്ഞ് ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ കലാപങ്ങളുടെ കണക്കുകൾ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ വർഗീയതയുടെ ഹിസ്റ്ററികൾ അത് അവർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്താ? ഇപ്പോഴാണ് സംഘപരിവാറിനെതിരെ, RSSനെതിരെ, ഹിന്ദു വർഗീയതക്കെതിരെ നട്ടല് തോർത്തി ചങ്കുറപ്പോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടായത് എന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൊച്ചു കേരളത്തിൽ 10,000-കണക്കിന് പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യത്തീംഖാനകളുണ്ട്, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്, ലക്ഷക്കണക്കിന് മുസ്ലിം ഉമ്മത്തുണ്ട്. ഈ ഇസ്സത്ത് കേരളത്തിലെ മുസ്ലിം സമുദായം ഉണ്ടാക്കിയെടുത്തത് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾ ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ഭയപ്പെടേണ്ടി വരുന്നത്, പേടിക്കേണ്ടി വരുന്നത്. ഞങ്ങളൊക്കെ ഇതേപോലെ പരിപാടികൾ കഴിഞ്ഞു പോകുമ്പോ പലപ്പോഴും പോലീസുകാർ വണ്ടിക്ക് കൈകാട്ടി ചോദ്യം ചെയ്യും, എവിടെന്നാ, എങ്ങോട്ടാ, എന്താ, ഏതാ എന്ന് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ പറയും, ഞങ്ങൾ സമസ്തയുടെ പ്രവർത്തകരാണ്, സമസ്തയുടെ പരിപാടി കഴിഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ യാത്രയാക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? മുമ്പില്ലാത്തതുപോലെ ഈ പരിശോധനകളും ഈ ഭയപ്പാടുകളും ഒക്കെ ഉണ്ടായതെന്തുകൊണ്ടാ? നമ്മുടെ കേരളത്തിലും പലതരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഉണ്ടായപ്പോ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോ, ഒരു തീവ്രവാദ സംഘടനയുടെയും പിൻബലത്തിലോ അവരുടെ തണലിലോ അവരുടെ അടിത്തറയിലോ അല്ല. ഒരു തീവ്രവാദ സംഘടനയും സംഘടിതമായി പ്രവർത്തിക്കാത്ത കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം വളരെ ഇസ്സത്തോടുകൂടി ജീവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ മുന്നോട്ട് വരുന്നത്? അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ കാരണത്തെ പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് എല്ലാവരും ആലോചിക്കുന്നത്. ഇങ്ങനെയൊന്നും പോരാ എന്ന് ചിന്തിക്കുന്ന എന്റെ ചെറുപ്പക്കാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം, ചിന്തിക്കണം. സമസ്ത കേരള ജനീയത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടെന്ത് കാര്യം? ഇങ്ങനെ കുറെ മദ്രസകളും മൊല്ലാക്കന്മാരും കുറെ പള്ളികളും പള്ളി ദർസുകളും യത്തീംഖാനകളും അറബി കോളേജുകളും ഈ മാലയും മൗലിയും
നബിദിനവും ദിക്റും സലാത്തും മജ്‌ലിസും നൂറും പാതിരാ സമയത്തുള്ള വായനയുടെ പരിപാടികളും കുറെ മതപഠന ക്ലാസും ഇതൊക്കെ കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് കാര്യം? മുസ്ലിം സമുദായത്തെ പഠിച്ചു വലിക്കാനും പിച്ചു ചീന്താനും വാപ്പളർന്ന് കാത്തുവെക്കുന്ന ഫാഷിസത്തിന്റെ മുന്നിൽ ഈ സംയമനത്തിന്റെയും സമാധാനത്തിന്റെയും താരാട്ട് പാടിയിട്ട് എന്ത് കാര്യം? അവരെ പ്രതിരോധിക്കാനും ഫാഷിസത്തെ പ്രതിരോധിക്കാനും ചങ്കുറപ്പോടുകൂടെ മുന്നോട്ട് വരണമെന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ പ്രായവും നിങ്ങൾ കേൾക്കുന്ന ക്ലാസുകളും നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതും അനുസരിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കും, സ്വാഭാവികം. ആ ചിന്തയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം പക്വതയോടുകൂടെ നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന്റെ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനായത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പലതും പ്രവചിച്ചതുകൊണ്ടാണല്ലോ. മുത്തനബിയുടെ പ്രവചനമല്ല, ഈ സമുദായത്തെ ഒരു ഭക്ഷണത്തളികയുടെ നടുക്ക് വെച്ച ഭക്ഷണത്തെ ഭക്ഷിച്ചിൽ മാന്തി വലിവ് ചുറ്റുപാടിരിക്കുന്നവരെ വലിച്ചു തിന്നുന്നതുപോലെ പഴയകാലത്തുള്ള ഭക്ഷണരീതി, മുത്തനബി പഠിപ്പിച്ച ഭക്ഷണരീതി കൂട്ടായി ഒന്നിച്ചിരുന്ന് ആ ഭക്ഷണത്തളികയിൽ നാലുപാടും ആളുകൾ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും പിച്ചിച്ചീട്ടിയെടുത്ത് ആ ഭക്ഷണം തിന്നുന്നതുപോലെ ഈ സമുദായത്തിന് നാലുഭാഗത്ത് നാം ശത്രുക്കളെ പിടിച്ചിട്ടും നാല് ഭാഗമാണ് മാത്രമല്ല മുകളിൽ നിന്നും താഴെ എല്ലാവരും പിടിച്ചിരിക്കുന്നത് ഈ സമുദായത്തെ നശിപ്പിക്കുന്നത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ടാണോ? ഉമ്മത്തിന്റെ എണ്ണക്കുറവ് കൊണ്ടാണോ? അല്ല. ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് നമുക്കറിയാം. ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ലോകത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ കേവലം 4% വ്യത്യാസമേ ഉള്ളൂ. കേവലം 4%. മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ ആ 4% മുന്നോട്ട് പോയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായി മാറും. ലോകത്തെ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഈ മുസ്ലിം സമുദായത്തിന് പണം, സമ്പത്ത്, ആനകളും വളരെ പുരോഗതിയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് മുസ്ലിങ്ങൾക്ക് രാജ്യങ്ങളില്ലാത്തതുകൊണ്ടോ രാഷ്ട്രങ്ങളിലെ ഭരണങ്ങൾ കൈയാളാൻ കഴിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ മുസ്ലിം സമുദായത്തിനുണ്ടല്ലോ. ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ കാര്യം പഠിച്ചാൽ എന്താ അവർക്ക് കുറവുള്ളത്? ഇതെല്ലാമുണ്ട്. പക്ഷേ എവിടെയും ഏത് രാജ്യത്തും മുസ്ലിം സമുദായത്തെ മാന്തി വലിക്കുന്നത്, എത്തിച്ചിരിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തെ സംശയം ചോദിച്ചപ്പോൾ കാരണം പറഞ്ഞു കൊടുത്തു. അതിന് കാരണം അവരുടെ എണ്ണക്കുറവല്ല, ജനസംഖ്യയുടെ കുറവല്ല, സാമ്പത്തിക ഭദ്രതയുടെ കുറവല്ല, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ആയുധശേഷി അവർക്കില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് കാരണം എന്താണ്? ഈമാൻ പോയി, ദുനിയാവിനോടുള്ള ഹുബ്ബ്, ദുനിയാവിനോടുള്ള ഭൗതിക പ്രമത്തത, ഭൗതികമായ താൽപര്യങ്ങൾ ഈമാനികമായ വഴിയിൽ നിന്ന് ആത്മീയമായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ഭൗതികമായ സുഖലോലതയിൽ തമ്മാടിത്തരങ്ങളിൽ വൃത്തികേടുകളിൽ മുസ്ലിം സമുദായം മുന്നോട്ട് പോകുമ്പോ അതാണ് കേട്. മരണത്തോടുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള പ്രേമം, ഇതിനെ ചികിത്സിക്കാൻ കഴിയണം. അതല്ലേ പ്രതിരോധമാർഗം. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ. അല്ലാഹുവിനോടുകൂടെ ഭയപ്പെട്ടവരെ എല്ലാവരും ഭയപ്പെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ നായകൻ ബഹുമാനപ്പെട്ട ശൈഖുനാ എടവണ്ണപ്പാറയിൽ കണ്ണൂർ ജില്ലയിൽ കുറച്ചാളുകൾ കാണാൻ വന്നിറങ്ങി. അവിടുന്ന് അവർ ജീപ്പ് വിളിച്ച് വാഴപ്പാട്ടേക്ക്, കണ്ണൂർക്കാർ ജീപ്പ് വിളിച്ച് ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾക്ക് വാഴപ്പാട്ടേക്ക് പോകണം. ആ ചെറുപ്പക്കാരൻ വാഴപ്പാട്ടേക്ക് വണ്ടിയെടുത്തു. ഒരൽപ്പം ദൂരം ഓടിയപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഹിന്ദു ചെറുപ്പക്കാരന, വാഴക്കാട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കർമ്മിയത്തിൻ്റെ വീട്ടിലേക്ക്. ഇത് കേൾക്കേണ്ട താമസം ഈ ഹിന്ദു ചെറുപ്പക്കാരൻ ജീപ്പ് പെട്ടെന്ന് സൈഡിലേക്ക് മാറ്റി വണ്ടി നിർത്തി ഡ്രൈവർ സീറ്റിൽ നിന്ന് ചാടി ഇറങ്ങി. ഇവർ അത്ഭുതപ്പെട്ട് കണ്ണൂർക്കാർ
ഹിന്ദു ചെറുപ്പക്കാരെ വാഴക്കാടിലേക്ക് വണ്ടി വിളിച്ചപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുക, കണ്ണിയത്ത് സാധന വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങുക. എന്നിട്ടെന്തായി ചെയ്യുന്നത്? തന്റെ മുന്നിൽ തന്റെ കാലിനുണ്ട് മടക്കി കെട്ടിയ ആ കാലുപടി അവരുടെ മടക്കി തളിച്ചിട്ടു, തലയിൽ ചുറ്റുവരുന്ന തോർത്തുകൊണ്ട് അഴിച്ചു. എന്നിട്ട് രണ്ടാമത് ഡ്രൈവർ സീറ്റിലേക്ക് ബഹുമാനത്തോട് കയറിയിരുന്നു. ആ തോർത്തുകൊണ്ട് സീറ്റിന്റെ മുകളിൽ നിന്ന് തിരകി വെച്ചു. എന്നിട്ട് ഇതുവരെ ഉള്ളവരോട് ആവേശമില്ല, അച്ചടക്കത്തോടെ ഭവ്യതയോടെ ബഹുമാനത്തോട് രണ്ടാമത് വണ്ടിയെടുക്കുന്നത്. കാരണം ഞാനിവരെ കൊണ്ടുപോകുന്നത് കണ്ണിയത്തിസാദിന്റെ വീട്ടിലേക്കാണ്. കണ്ണിയത്തിസാദ് അവിടുത്തെ വാർഡ് മെമ്പറായിട്ടില്ല, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടില്ല. ഈ ഹിന്ദു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ആ നാട്ടുകാർക്കോ ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നില്ല. കണ്ണിയത്തിസാദ് വഫാത്തായ ദിവസം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ചെറുപ്പക്കാർ പണിക്ക് പോകാതെ ജോലിക്ക് പോകാതെ ലക്ഷക്കണക്കിന് മുസ്ലിം സമുദായമാവട്ടെ ഓടി വന്നപ്പോ ആ മരണവീട്ടിൽ സങ്കടത്തിൽ മുസ്ലിം സമുദായത്തോട് കണ്ണിയത്തിസാദിന്റെ വീട്ടിലേക്ക് റോഡ് വെച്ചുകൊടുക്കുന്ന നമുക്കറിയില്ലേ? കണ്ണിയത്തിസാദ് ആ നാട്ടിലെ ഹിന്ദു സമുദായത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു സൗകര്യം കൊടുക്കുന്നതിന് പ്രത്യുപകാരമായിട്ടല്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്, പടച്ചറപ്പിനെ ഭയപ്പെട്ടവരെ വലിയ അല്ലാഹു ഏറ്റവും വലിയ ബഹുമാനവും സ്വീകാര്യതയും സമൂഹത്തിന്റെ മുന്നിൽ സമുദായത്തിന്റെ മുന്നിൽ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും അവരുടെ കല്ലുകളിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇതൊക്കെ ചോർന്നു പോയപ്പോഴാണ് ഈ അബദ്ധങ്ങൾ സംഭവിച്ചത്. അതിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മൾ തയ്യാറുണ്ടോ? ആത്മീയതയിലേക്ക് ഔലിയാക്കളുടെ വഴികളിലേക്ക് തഖ്വയിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയുമോ? അവിടെ വിജയിക്കൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കത്തിക്ക് എത്ര മൂർച്ച കൂട്ടിയാലും, നീ ബോംബ് നിർമ്മാണം പഠിച്ചാലും, ഏതുമായ കായിക പരിശീലനങ്ങളോ ആയുധാഭ്യാസം എവിടെ പോയി നേടിയാലും, അതിന് നീ എത്ര ആളെ കൂട്ടിയാലും, കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ നിന്റെ തീവ്രവാദ പ്രസ്ഥാനത്തിൽ അണിനിരന്നാലും മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടാൻ കഴിയില്ല. ആയുധശേഷി കൊണ്ടോ കായിക ബലം കൊണ്ടോ മുസ്ലിം സമുദായം ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. ബദറിന്റെ ചരിത്രമെന്താ? എന്താ മുസ്ലിം സമുദായം വിജയിച്ചത്? ഈമാൻ. ബദരീകളെ കുറിച്ച് സൂറത്തുൽ അൻഫാലിൽ ചർച്ച തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ കലാം ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ദിക്ർ പടച്ച റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഖൽബ് പ്രകമ്പനം കൊള്ളുന്നവർ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവർ വിജയിച്ചത് എന്തുകൊണ്ടാണ്? ആയുധശേഷി കൊണ്ടാണോ? അള്ളാന്റെ സഹായമായ മുത്തുനബിയുടെ മോചിയുണ്ട്, സ്വഹാബത്തിന്റെ കറാമത്ത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല ബദർ പർവ്വതത്തിലൂടെ പറഞ്ഞു, മുത്തുനബിയെ എനിക്ക് വാളില്ല, യുദ്ധം ചെയ്യാൻ എനിക്ക് വാളില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു ഈത്തപ്പനമട്ടൽ, ആ ഈത്തപ്പനമട്ടലിന്റെ ഒരു തകടൊരു ഈത്തപ്പനെ കണ്ട് മുത്തുനബി എടുത്തുകൊണ്ട് ഉക്കാശ ഇതാ ഇത് ആ ഈത്തപ്പനെ കണ്ട് കൊടുക്കേണ്ട താമസം അതൊരു വാളായി മാറി. അൽ-ഔറു എന്നായിരുന്നു ആ വാളിന്റെ പേര്. ഉക്കാശാറിയുടെ ചരിത്രത്തിലെ അത്യത്ഭുതകരമായ വാള് ഈത്തപ്പന മറ്റൊരു വാളായി മാറിയ മഹാത്ഭുതം സംഭവിച്ച ബദർ. അങ്ങനെ ഒരുപാട് മഹാത്ഭുതങ്ങൾ. അവിടെ മഴ പെയ്തത് ശത്രുക്കളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകമായ ഒരു ഭയം കണ്ടുകൊടുത്തത്. അവിടുത്തെ സംവിധാനങ്ങൾ മലായിക്കത്തിന് കൊടുത്തത് മുത്തനബിയുടെ ദുആ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മഹാനവറുകൾ പറയുന്നുണ്ട്, ഞങ്ങളെ ബദറിലേക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും സംഭവിച്ചാലോ? സഹാബത്തിന്റെ മുഴുവനും മനസ്സിലായിരുന്നു മുത്തനബിയുടെ സംരക്ഷണം അത് ദീനിന്റെ സംരക്ഷണമാണ്. അലിയാരെ തങ്ങൾ സ്വന്തമായി സമാധാനം വരുന്നില്ല. ഓടി വന്ന് തിരിച്ച് മുത്തനബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ നടക്കുകയാണ്. അലിയാരെ തങ്ങൾ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു, മുത്തനബി സുജൂദിൽ നടന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവിന്റെ റസൂൽ രാജാതിരാജനായ റബ്ബിന്റെ അസ്മാഉൽ ഹുസ്നയുടെ മനോഹരമായ നാമങ്ങൾ പടത്തറപ്പിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അലിയാരുടെ പിന്നെ യുദ്ധക്കളത്തിലേക്ക് ചാടി യുദ്ധം ചെയ്തു. പിന്നെയും തിരിച്ചു വന്നു. സമാധാനങ്ങളാകാതെ എന്തെങ്കിലും സംഭവിക്കുമോ? തിരിച്ചു വന്നു. രണ്ടാമതും അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം അലിയാരിലാണ് പറഞ്ഞു. പിന്നെയും ദീർഘനേരം കഴിഞ്ഞ് ഞാൻ മൂന്നാമതും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എഴുന്നേറ്റില്ല. മുത്തനബി സുജൂദിൽ കിടന്നു. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ഈ വഴിയാണ് സുന്നികൾ നിലനിർത്തുന്നത്. ഈ വഴിയാണ് വിജയത്തിന്റെ വഴി. നമ്മളൊരു നിക്കറിന്റെ ഹൽക്കയിൽ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, യാ ഹയ്യു യാ ഖയ്യൂം എന്നൊരു 100 വട്ടം ചൊല്ലിയാൽ, ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ, അതിനുവേണ്ടി നിക്കറിന്റെ ഒരു സ്വലാത്തിനെ സംഘടിപ്പിച്ചാൽ ഈ പഴഞ്ച പോയ പ്രകാരം ഇപ്പോഴും നിക്കർ വേണ്ടി പ്രതികരിക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടല്ലോ. ഞങ്ങൾ ആയുധ പരിശീലനത്തിന് പോവുകയാണ്, ഞങ്ങൾ സർവരപ്പുറവരാ. ആ തെറ്റിദ്ധാരണ പൊന്നുമോനെ മാറ്റണം. നിന്റെ ആയുധത്തിന് നിന്റെ ഏത് വലിയ പ്രഹരശേഷിയുള്ള അത്യുഗ്ര നിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്നുമില്ലാതെ, ഒരായുധ പരിശീലനവുമില്ലാതെ, നേരത്തെ ഒരുക്കവുമില്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ലേ? സത്യത്തിൽ ബദർ പോലും യാദൃച്ഛികമായിരുന്നില്ലേ? നേരത്തെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടിൽ പോയതല്ലല്ലോ. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുകയല്ല. അതിനുവേണ്ടി നേരത്തെ ഒരുങ്ങി കാത്തിരിക്കേണ്ടതൊന്നുമില്ല. അങ്ങനെ ഒരു വഴി ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഒരു രാജ്യം എന്നുള്ള നിലയിൽ യുദ്ധവും യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിന്റെ ചരിത്രങ്ങളുമൊക്കെ ചരിത്രത്തിൽ കടന്നു വരുന്നത് അങ്ങനെയാണ്. ഒരു രാജ്യമുണ്ടാകുക വേണ്ടി വരും. അതാണ് ഇസ്ലാമിക ചരിത്രത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള തീവ്രവാദം വളർത്തി വലുതാക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഇപ്പൊ പല തീവ്രവാദ സംഘടനകളും കേരളത്തിൽ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്നറിയോ? ഞാൻ ആരെയും ആക്ഷേപിക്കല്ല, നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. പല നാടുകളിലും അവർ ചില കൊട്ടേഷൻ സംഘങ്ങളായി മാറി. കുറച്ചവർ പഠിച്ചു വെച്ചു, കയ്യൂക്കും ആയുധബലവും അതേപോലെ ഈ കായിക പരിശീലനങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു കയ്യൂക്കും ആ മെയ്വഴക്കവും അവരുടെ ആ ഹുങ്കും അവർ കാണിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെയല്ല, മറിച്ച് പല ആവശ്യങ്ങൾക്ക് ചില കൊട്ടേഷൻ സംഘങ്ങളായി മാറി. ഒരു പൊതുവേദിയിൽ പലതും പറയാൻ കഴിയില്ല. നമ്മുടെ അനുഭവങ്ങൾ കൃത്യമായ തെളിവുകളോടെ പത്രമാധ്യമങ്ങളിലും ഗവൺമെന്റിന്റെ മുന്നിലും തെളിവുകളും അങ്ങനെയാണ്. പലയിടത്തും ഇവർ കൊട്ടേഷൻ സംഘങ്ങളായി മാറി. പിന്നെ പല തീവ്രവാദ സംഘങ്ങളുടെ ചരിത്രമെന്ന അവര് തമ്മിൽ ഗ്രൂപ്പുകൾ വരുമ്പോ, നേരത്തെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത്, അങ്ങനെയാണ് ഇവരൊക്കെ മാറാൻ പോകുന്നത്. ഈജിപ്തിന്റെ ചരിത്രം അങ്ങനെയാ, സിറിയയുടെ ചരിത്രം അങ്ങനെയാ, പല രാജ്യങ്ങളിലും ചരിത്രം അങ്ങനെയാ. ഇവര് സംഘടന വളരും, ഭീകര സംഘടനകൾ വളരും. വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വടംവലിയാകും, ഗ്രൂപ്പാകും, സംഘടന പിളരും. സംഘടന പിളർന്നാൽ സംഭവിക്കുന്നത് എന്താ? സാധാരണ ഒരു രാഷ്ട്രീയ സംഘടന പിളർന്നത് പോലെയല്ല, അല്ലെങ്കിൽ മറ്റൊരു മതസംഘടന പിളർന്നത് പോലെയല്ല. ഇവരെ പിളർന്നാൽ, ഒരു ഭീകര സംഘടന പിളർന്നാൽ രണ്ട് പക്ഷത്തും ആയുധങ്ങളുണ്ട്, പരിശീലനങ്ങളുണ്ട്. പിന്നെ അവർ തമ്മിൽ യുദ്ധമായി. ഇങ്ങനെയുള്ള ആഭ്യന്തര കലാപങ്ങളല്ലേ തീവ്ര ഭീകര സംഘടനകൾ തമ്മിലുള്ള ആയുധത്തിന്റെ അതിശക്തമായ ആക്രമണങ്ങളുടെ ചരിത്രങ്ങളല്ലേ, കഥകളല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ പല മുസ്ലിം രാജ്യങ്ങളിലുമുള്ളത് ഉണ്ടായത്. അത് തന്നെ ഇവരൊക്കെ വളർന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. സമുദായത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തി, സമാധാനം കെടുത്തിയ അപകടകരമായ ചില പ്രവണതകൾ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇവരുടെ പ്രൊട്ടക്ഷൻ വേണ്ട നമ്മുടെ മഹല്ലുകളിൽ നടക്കാൻ, മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് പോകാൻ. അത് ഉണ്ടാവുന്നതാണ്, ഇവരുണ്ടാവുന്നതാണ് പലപ്പോഴും അപകടം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരിലും കോട്ടക്കലുമൊക്കെ പല അനുഭവങ്ങളെന്താ? അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കാതെ, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത അനുഭവങ്ങളല്ലേ? കാരണം ഇവര് പാതിരാ സമയത്തോ അല്ലെങ്കിൽ പല ചതിപ്രയോഗങ്ങൾ, തന്ത്രപ്രയോഗങ്ങൾ, ഒളിയാക്രമണങ്ങൾ നടത്തും. അത് ഒരുപക്ഷെ RSSകാരെയാവാം, അല്ലെങ്കിൽ മറ്റു ഇവരുടെ ശത്രുക്കളെയാവാം. രഹസ്യമായി പോയി വെട്ടി, പാതിരാ സമയത്ത് പോയി വെട്ടി,
അവരെങ്ങനെയെങ്കിലും ഇവരാണ് എന്ന് മനസ്സിലാക്കും, ശത്രുവിനെ കണ്ടുപിടിക്കും. അപ്പോൾ അവർ തിരിച്ചുവെട്ടും. ഒരു വെട്ടിന് 2 വെട്ട്, ഒരാളെ കൊന്നാൽ 2 ആളെ കൊല്ലൽ, ഒരു ബോംബാണെങ്കിൽ 2 ബോംബ് തിരിച്ചാക്രമണം പ്രതീക്ഷിക്കണം. അപ്പൊ പിന്നെ ഇവരുടെ പണി എന്താ? ഇവർ പിന്നെ ഒളിച്ചോടും. അവരെ ഒളിപ്പിച്ച് താമസിക്കും. അതിന് ഒളി കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ സംഭവിക്കുന്നതെന്താ? കോട്ടയിലും തിരുവില്ലമൊക്കെ നടന്നതെന്താ? ഇവനെ അന്വേഷിച്ച് ഇവന്റെ വീട്ടിലേക്ക് പ്രതിയോഗികൾ കടന്നു വരും. ഇവനാണ് ആക്രമിച്ചത് എന്നറിയാം. അപ്പൊ ഇവനെ പിടിക്കാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിൽ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഉമ്മയാണ്. ഉമ്മയോട് ചോദിച്ച മോനവനെ അറിയില്ല എന്ന് പറയും. ഉമ്മാക്ക് കിട്ടിയ അടി, സ്വന്തം അനുജന് കിട്ടി വിട്ട് വാപ്പയെ തല്ലിയെടുത്തു. വീട്ടിൽ നിന്ന് ശത്രുക്കൾ എന്ന പേരിൽ മറ്റുള്ളവർക്കെതിരെ ഒളിയാക്രമണം നടത്തിയിട്ട് നാട് വിട്ട് ഒളിത്താവളങ്ങളിൽ സ്വന്തം ഉപ്പയെ സ്വന്തം അനുജനെ വീട്ടുകാരെ പോലും സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കാത്ത നിങ്ങളാണോ സമുദായത്തെ സംരക്ഷിക്കുന്നവർ? നിങ്ങളാണോ സമുദായത്തിന്റെ കാവലാളുകൾ? ഇതാണ് അനുഭവം. എവിടെയും ഈ തീവ്രവാദം കൊണ്ടൊരു നേട്ടം നേടാൻ പോകുന്നില്ല. അവര് പലരും രാഷ്ട്രീയത്തിലേക്ക് കയറി. പ്രിയപ്പെട്ട അബ്ദുൽ നാസർ അയാൾ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി. ആയിരക്കണക്കിന് വാർഡുകൾ, ഈ കേരളത്തിലെ ആയിരക്കണക്കിന് വാർഡുകളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആകെയുള്ള ജില്ലകളിൽ ആകെ 7 വാർഡാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയത്. 7 വാർഡ്. ആയിരക്കണക്കിന് വാർഡുകളിൽ മിക്കവാറും ജില്ലകളിൽ ഒരൊറ്റ വാർഡ് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയിട്ടില്ല. ഇതന്നെ ഈ SDPI അതേപോലെ അവരുടെ ഒക്കെ അവസ്ഥ വിരലിലെണ്ണാവുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത് സമുദായത്തിന്റെ വോട്ട് ചിഹ്നഭിന്നമാക്കി നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പറയല്ല. നിങ്ങൾ സ്വയം പരിശോധിക്കണം. ഇവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം, SDPIക്ക് അറിയാം. ഇതേപോലെ തീവ്രവാദ ചിന്താഗതിക്കാർ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന 3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. മഅദനിയുടെ PDP ആണെങ്കിലും, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണെങ്കിലും, NDFന്റെ SDPI ആണെങ്കിലും, ഇവരൊക്കെ ഒരു തീവ്ര പശ്ചാത്തലത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയവരാണ്. ആ രാഷ്ട്രീയ രംഗപ്രവേശം കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് നേട്ടമാണ് ഇവരെ കൊണ്ട് ഉള്ളത്? അർത്ഥമുറിച്ച് ചിഹ്നഭിന്നമാക്കി പോവുക എന്നല്ലാതെ. അതല്ലേ സംഭവിക്കുന്നത്? അത് നിയമസഭയിലേക്കാണെങ്കിലും അതേപോലെ ലോക്സഭയിലേക്കാണെങ്കിലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കാര്യം പറയാൻ ആരും ഏൽപ്പിച്ചതുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇവരും മത്സരിക്കും. ഇവർക്കും അറിയാം ഒരു MLA സീറ്റ് ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് ഈ സമുദായത്തിന്റെ ലക്ഷങ്ങളും കോടികളും വെറുതെ വാരി വിതറി നശിപ്പിക്കുന്നത്? ഓരോ നാണയത്തൊട്ടിനെ കുറിച്ചും രാജാതിരാജനായ റബ്ബ് ചോദിക്കൂലേ? ഇലക്ഷന് വേണ്ടി ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ എത്ര ലക്ഷങ്ങളും കോടികളും ഇനി ഇതാ പൊട്ടിക്കാൻ പോകുന്നു വരുന്ന തെരഞ്ഞെടുപ്പിലും. സമുദായത്തിന്റെ വോട്ട് ഭിന്നമാക്കുക എന്നല്ലാതെ ഇനി കേരളത്തിൽ സംഘപരിവാറിന്റെ ആളുകൾ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ ആ കുറ്റത്തിൽ പങ്ക് സമസ്തക്കില്ല ഒരിക്കലും. മുസ്ലിം സമുദായത്തിലെ മറ്റ് പല സംഘടനകൾക്കുമില്ല. ഞാൻ അവരെ വെള്ളപൂശുകയല്ല, മറിച്ച് ഇവർക്കുണ്ടാകും. കാരണം സമുദായത്തിന്റെ വോട്ട് ഭിന്നമാക്കിയതിൽ ഈ ഗ്യാപ്പാണ് സമുദായം തകരുന്ന ഈ ഗ്യാപ്പുകളാണ് ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊക്കെ കൃത്യമായ കണക്കുകളല്ലേ? കഴിഞ്ഞ നിയമസഭയിലെ കണക്കില്ലേ നമ്മുടെ മേശപ്പുറത്ത്? ഇനി വരാൻ പോകുന്നിടത്തും അങ്ങനെയല്ലേ വരാൻ പോകുന്നത്? സമുദായത്തിന് ഗുണമില്ലാതെ, അവർക്ക് ഗുണമില്ലാതെ സമുദായത്തിന്റെ പണവും അധ്വാനവും ഊർജവും എന്തോ സ്വപ്നം കണ്ടിട്ട് ജമാഅത്തെ ഇസ്ലാമി എത്ര കാലമായി സ്വപ്നം കാണാൻ തുടങ്ങി? ഹുക്കൂമത്തയിലായി. ഇന്ത്യ രാജ്യത്ത് 60 കൊല്ലത്തിലധികമായി ഹുക്കൂമത്തയിലായി സ്വപ്നം കണ്ട് നടക്കുകയാണ്. ഹുക്കൂമത്തയിലായി എന്ന് പറഞ്ഞാൽ അവർ പറയും ഇസ്ലാമിക ഭരണം. ഇസ്ലാമിക ഭരണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഈ സ്വപ്നം തന്നെയാണ് ഇവരിൽ പല ആളുകളും കാണുന്നത്. ഈ സ്വപ്നം കണ്ട് സമുദായത്തെ ഇങ്ങനെ നശിപ്പിക്കണോ? രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും മതപരമായും ആത്മീയപരമായും സമുദായത്തെ ഇങ്ങനെ അറുത്ത് മുറിച്ച് വേണോ നിങ്ങളുടെ ഈ ദിവാ സ്വപ്നങ്ങൾ? സമുദായത്തിന്റെ ചില ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം, സമസ്തയുടെ ആനുകൂല്യങ്ങൾ ഈ സംരക്ഷണ
ഈ പള്ളികളും മദ്രസകളും ഈ സമുദായത്തിന്റെ ഇജ്ജത്ത് നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചല്ലേ, അന്യ സംസ്ഥാന തൊഴിലാളികൾ പോലും ഇവിടെ വന്നിട്ട് ദീൻ പഠിക്കുകയാണ്. അതിന്റെ പേരിൽ സമസ്തയുടെ പല ക്യാമ്പുകളും ക്ലാസുകളും SKSF നടത്തുന്ന, SKSFന്റെ പ്രബോധന വിഭാഗമായ ഇബാദ നടത്തുന്ന, SYS നടത്തുന്ന, SYSന്റെ സന്നദ്ധ സംഘം ആമില നടത്തുന്ന ഇങ്ങനെയുള്ള പല പദ്ധതികൾ, ഒരാഴ്ചയും ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, കോച്ചിങ്ങുകൾ പലയിടത്തും എല്ലാ ഞായറാഴ്ചകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ക്ലാസുകൾ നടക്കുന്ന, അവർക്ക് നിസ്കാരം പഠിപ്പിക്കാൻ, ഖുർആനോത്ത് പഠിപ്പിക്കാൻ. ഇവിടെ വന്നിട്ട് ഖുർആനോതാൻ പഠിച്ച എത്ര ബീഹാറുകാർ, എത്ര ബംഗാളികൾ, എത്ര ആസാമുകാർ ഇവിടെ വന്ന് നിസ്കാരം പഠിച്ചു. ഇവിടെ വന്ന് ദീനിയായ ഇസ്സത്തിൽ ജീവിക്കുന്നവർ. കേരളം ഒരു മനോഹരമായ മാതൃകയാണ്. ഈ മാതൃക മതവിദ്യാഭ്യാസ രംഗത്ത്, ആത്മീയ രംഗത്ത്, ഭൗതിക രംഗത്ത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക രംഗത്ത് പോലും നമ്മുടെ അടിത്തറക്കും ഈ കൂട്ടായ്മക്കും ഭദ്രതക്കും അതിന് വഴി കാരണമായിട്ടുണ്ട്. അതിനെ തകർക്കുന്നവർ വളരെ പുനരാലോചിക്കണം, പഠിക്കണം, ചിന്തിക്കണം. വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങളിങ്ങനെ പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ ചില ഫോണുകൾ വരും അല്ലേ, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നിങ്ങൾ മക്കളെ പഠിക്കണം, ചിന്തിക്കണം. നിങ്ങൾക്കൊരു നേരത്തെ ഒരു മുൻകാഴ്ചപ്പാട്. ഇവരൊക്കെ പറയുന്നത് ഒക്കെ തെറ്റാണ്. ഞങ്ങളുടെ നേതാക്കളാണ് പഠിച്ചവർ, അവർ പറയുന്ന കണക്കുകളാണ് ശരി. നിങ്ങളെ ദുരുപയോഗം ചെയ്യുകയാ, നിങ്ങളെ ചൂഷണം ചെയ്യുകയാ. പല ആളുകളും ഈ വികാരം കൂടി എവിടേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ കൽപ്പുറങ്ങുകളിൽ, ജയിലുകളിൽ കഴിയുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ ആരാ നോക്കാനുള്ളത്? ഇവരുടെ നേതാക്കളുണ്ടോ? പഴയകാലത്ത് സിമിക്ക് വേണ്ടി പ്രവർത്തിച്ച എത്ര ആളുകൾ ജയിലുകളിലാ? ആരാ നോക്കാനുള്ളത്? ആ സിമിയുടെ നേതാക്കളാ പിന്നീട് ഈ സംഘടന ഉണ്ടാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയത് സിമിയുടെ നേതാക്കളാ. വളരെ കൃത്യമാണല്ലോ, അവർക്കും അറിയാലോ. ഇപ്പോഴും അങ്ങനെ തലപ്പെട്ടിരിക്കുന്ന പല ആളുകളും പഴയ സിമി പ്രവർത്തകരാ. സിമി നിരോധിക്കപ്പെട്ടപ്പോൾ അവർ ആലോചിച്ചുണ്ടാക്കിയ ഒരു വഴിയാണത്. അതാണ് അതിന്റെ സത്യം. അതിൽ പല ആളുകളും കുടുങ്ങിപ്പോയി. അതാണ് കാര്യം. ഇതിന്റെ അടിത്തറയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് മക്കളെ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് ഈ പ്രസ്ഥാനം, അതേപോലെയുള്ള പല സംഘടനകളും അവരുടെ ഔദ്യോഗികമായ ആസ്ഥാനങ്ങളിൽ പോലും നടത്തുന്ന മതപ്രവർത്തനങ്ങൾ വിദഅത്തിന്റെ ചിന്താഗതിയിലല്ലേ? അവർ നടത്തുന്ന പള്ളികളുണ്ട്. അവരുടെ സംഘടനാപരമായി നടക്കുന്ന പള്ളികളിൽ വെള്ളിയാഴ്ച ജുമുഅ നടക്കുന്നത് മലയാളത്തിലാണ് ഖുത്ബ. അവരുടെ പള്ളികളിലേക്ക് സ്ത്രീകൾ ജുമുഅക്ക് വരുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ടാണ് അവരുടെ എല്ലാ അജണ്ടകളും പ്രവർത്തനങ്ങളും. കാരണം അതിന്റെ അടിത്തറ എന്നത് സിമിയാണ്. സിമിയുടെ അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയാണ്. പല കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ട മലാഹിരി, അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത് അവരുടെ ഒരു പള്ളി ഉൾപ്പെടെയുള്ള സ്ഥാപനം വിറ്റു എന്നാണ്. പള്ളിയും വിറ്റു. കാരണം സംഘടനാപരമായി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പള്ളികൾ തഖ്വയുടെ മേൽ സ്ഥാപിക്കപ്പെടേണ്ടതാ പള്ളികൾ. എന്തിനാണ് ജുമുഅ, എന്തിനാണ് ജമാഅത്ത്? അതിന്റെ അടിത്തറ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാട്ടുകാർ ചെയ്യേണ്ടതാ. നാട്ടുകാരുണ്ടാക്കിയ പള്ളി വിൽക്കൂല. എന്തിനാണ് ജുമുഅ? ജുമുഅ എന്ന് പറഞ്ഞ നാട്ടുകാർ കൂടാനുള്ളതാണ് അല്ലേ? നമ്മൾ ചിന്തിക്കണം. ഒരു ജുമുഅ നടത്തുന്ന ഒരു നാട്ടിൽ 40 ആളുണ്ടാകുമ്പോഴാണ് അതിന്റെ പ്രബലമായ അഭിപ്രായം. ആ നാട്ടുകാരാ കൂടാനുള്ളതാണ്. അതിനാണ് ആ ഒരു ജുമുഅത്ത് പള്ളി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പാരമ്പര്യ രീതി, നാട്ടുകാര് പള്ളി ഉണ്ടാക്കും, ജുമുഅ തുടങ്ങും, ജമാഅത്ത് നടത്തും, പള്ളിയോട് ചേർന്ന് ഖബർസ്ഥാനുണ്ടാകും. കാരണം അത് നമ്മുടെ ആത്മീയ കേന്ദ്രമാണ്, നമുക്ക് ചെന്ന് കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് വിൽക്കേണ്ടി വരൂല. ഇത് വിൽക്കേണ്ടി വരുന്നത് നാട്ടുകാരല്ല ഉണ്ടാക്കുന്നത്. നാട്ടുകാർക്ക് വേണ്ട. അവർക്ക് ജുമുഅത്ത് പള്ളി വേറുണ്ടാവും, നാട്ടുകാർക്ക് ജമാഅത്ത് നടത്താൻ പള്ളി വേറുണ്ടാവും. സംഘടനാ താൽപര്യത്തിന് വേണ്ടി ഇതേപോലെ സംഘടനയുടെ അജണ്ടകൾ നടപ്പാക്കാൻ, മലയാളത്തിൽ ജുമുഅ നടത്താൻ, സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ സംഘടനാ പക്ഷപാതിത്വത്തോടുകൂടെ അറബികളിൽ നിന്ന് അതിന് പണവും കിട്ടും. അറബികൾ പാവങ്ങളല്ലേ? അവര് പറഞ്ഞാൽ ഇന്ത്യയിലാണ് പള്ളി വേണമെന്ന് പറഞ്ഞാൽ ഓരോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, ബന്ധമുണ്ടെങ്കിൽ പണം കിട്ടും. അങ്ങനെ പലരും കൂടെ ഈ കച്ചറ മുഴുവൻ ഉണ്ടാക്കി. ഒരാൾ പറഞ്ഞ ഇവിടുന്ന് കേരളത്തിൽ 2000 പള്ളി ഉണ്ടാക്കി. ഈ 2000 പള്ളി ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചത്താണ്.
മുസ്ലിം സമുദായത്തിന്റെ നെഞ്ച് വളർത്തി വലിയ അഭിമാനം പറയാ, വീരവാദം പറയാ. കേരളത്തിൽ 2000 പള്ളി ഉണ്ടാക്കി ഞങ്ങളുടെ ശൂഫനാണ്. ഒരുപാട് യത്തീമുകളുടെ പിതാവാണ് അബ്ദുൽ ഇത്താഖ് എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാ? സമുദായത്തിന്റെ കരൾ പിളർത്തിട്ട്, സമുദായത്തിന്റെ നെഞ്ച് പിളർത്തിട്ട്, മദ്രസകൾക്ക് അടച്ചുമറി വെച്ച്, മദ്രസകൾ ഓരി വെച്ച്, മുകളിൽ വേറെ താഴെ വേറെ കച്ചറയുണ്ടാക്കി, കേസും കൂട്ടം മക്കളുണ്ടാക്കി. നല്ല മനോഹരമായ ജുമുഅത്ത് പള്ളി നാട്ടിൽ നടക്കുമ്പോൾ അതിന് പാരപ്പുറത്ത് വേറെ പള്ളി. ഇങ്ങനെ ഉണ്ടാക്കിയ കുറെ പള്ളികൾ അറബികളുടെ പണം കിട്ടും. അതാണ് ഇവരൊക്കെ വിദഗ്ധക്കാര്, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഈ തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇവർക്കൊക്കെ അറബികളിൽ നിന്ന് പണം കിട്ടുന്നു. അതുകൊണ്ട് ഇവർ പലതും ഉണ്ടാക്കും. പിന്നെ നാട്ടുകാർക്ക് വേണ്ട, സംഘടനക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത് വിട്ടുപോകാം. ഇതൊക്കെ ആ രീതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പഠിക്കണം, വികാരം കൊള്ളണം, മനസ്സിലാക്കണം, ഇരുന്ന് ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യത്തിന്റെ വഴിയാണ് പോകുന്നത്. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ മാലമൗലികളെ കളിയാക്കുന്നത്, ഔലിയാക്കളെ കളിയാക്കുന്നത്, ബഹുമാനപ്പെട്ട മഹാന്മാരായ മശായിഖന്മാരെ കളിയാക്കുന്നത്, ദീനിന്റെ ഒരു വിശുദ്ധമായ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, സഹാബത്തിന്റെ ചരിത്രം പോലും ഒരു വ്യാഖ്യാനം ചെയ്യുന്നത്. ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട് മക്കളെ, പല കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ഈ പഴയ നേതാക്കളുമല്ല, ഈ സിമി നേതാക്കൾ, ആ സിമി നേതാക്കൾ ആഗോളതലത്തിൽ പല ബന്ധങ്ങളുള്ളവരാണ്, ശിഈ ബന്ധങ്ങളുള്ളവർ. നിങ്ങൾ ഡോക്ടർ അലി ശരീഅത്തിയെ വാനോളം പുകഴ്ത്തുന്നു, നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്നു. അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നിങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. ആരാ അലി ശരീഅത്തി? ഒന്നാം തരം ശിഈ നേതാവ്, ഷിയാക്കളുടെ നേതാവ്. ഇപ്പൊ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇറാന്റെ ചിന്താഗതികൾ, അതൊന്നും ഞാൻ വിശകലനം ചെയ്യല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ഹജ്ജ് വേളയിൽ വളരെ കരളലിയിപ്പിക്കുന്ന മിനയിലെ ദുരന്തം കഴിഞ്ഞു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ദുരന്തം കഴിഞ്ഞപ്പോ പല രാജ്യത്തു നിന്ന് ആളുകൾ അവിടെ മരണപ്പെട്ടു, അല്ലേ? മിനായിലെ ദുരന്തത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പെട്ട ആളുകൾ വരെ, മലപ്പുറം ജില്ലയിലെ ആളുകൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മരണപ്പെട്ടു. പല രാജ്യത്തു നിന്ന് വന്നവർ ആ മരണത്തിൽ, ആ ദുരന്തത്തിൽ മരിച്ചുപോയി. 117 ഇറാനികൾ അതിൽ മരണപ്പെട്ടു. എന്താ ഇറാൻ ചെയ്തത്? ആ 117 ആളുകളുടെ മയ്യത്ത് ഇറാനിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന്റെ വേളയിൽ പരിശുദ്ധമായ മിക്കവാറും ആളുകൾ ഇഹ്റാമിൽ, ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞ് തഹല്ലുലാവുന്നതിന് മുമ്പ് ആ ഇഹ്റാമിലായി പരിശുദ്ധമായ മക്കത്ത് വെച്ച്, പുണ്യഭൂമിയിൽ വെച്ച് മരണപ്പെട്ടാൽ, ഈമാനുള്ള മുഅ്മിനാണെങ്കിൽ അവനെന്ന് ആഗ്രഹിക്കുക, ആ പുണ്യമായ മക്കത്ത് ഹറമിൽ വെച്ച് മരണപ്പെട്ടാൽ അവിടെ തന്നെ ഖബറടക്കം ചെയ്യപ്പെടണമെന്ന്. കാരണം മുഅ്മിനീങ്ങൾ മാത്രമുള്ള പുണ്യസ്ഥലം, അല്ലേ? മക്കയിലെ ഏത് ഖബർസ്ഥാനാണെങ്കിലും, ആ ഹറമിന്റെ പരിധിയിലെ ഏത് ഖബർസ്ഥാനാണെങ്കിലും പല ആളുകൾക്കും പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിൽ തന്നെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാ മുഅ്മിനും അത് ആഗ്രഹിക്കുക. പക്ഷേ ഇവരെന്താ ചെയ്തത്? ഇവര് 117 മയ്യത്തുകൾ ഇറാനിലേക്ക് കൊണ്ടുപോയി. അവരുടെ വിശ്വാസം എന്താ? വികൃതമായ വിശ്വാസം. മക്കയിലെ മസ്ജിദുൽ ഹറാമിനേക്കാൾ, മദീനയിലെ ഹറമിനേക്കാൾ അവർക്ക് പുണ്യം അവരുടെ സ്വന്തം നാടാണ്, ഇറാനാണ്. പഴച്ച വിശ്വാസമാണ് ശിഈസത്തിന്റേത്. ലോകത്ത് ശിഈസം തന്റെ ഭരണ വിശ്വാസമായി, ഭരണത്തിന്റെ മതവിശ്വാസമായി ശിഈസത്തെ അംഗീകരിച്ച രാജ്യമാണ് ഇറാൻ. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ല ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ല, ശിഈ റിപ്പബ്ലിക്കാണ്. ശിഈസമാണ് അവരുടെ അടിത്തറ. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി എന്ന്, അതിനേക്കാൾ ഇസ്ലാമിന് വിരുദ്ധമായി, സ്വഹാബത്തിന് വിരുദ്ധമായി അങ്ങനെ ജീവിക്കുന്ന അവരുടെ വലിയ അപ്പോസ്തലൻ ഡോക്ടർ അലി ശരീഅത്തി. ആ അലി ശരീഅത്തിയുടെ വിശ്വാസമാണ് കേരളത്തിലും ഇങ്ങനെയുള്ള സംഘടനക്കാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവരുടെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ രസാണ്, കേവലം ഒരു രസവും വൈകാരികതയും വിപ്ലവവും ഉദ്ദീപിപ്പിക്കുന്ന സാഹിത്യങ്ങൾ വായിക്കുമ്പോഴേക്ക് നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ സുന്നത്ത് ജമാഅത്തും അപകടപ്പെടുത്താൻ പാടുണ്ടോ?
ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആരിഫ്യങ്ങളുടെ വഴിവിട്ട് വിദഅത്തിലേക്ക്, തീവ്രതയിലേക്ക്, ഭീകരതയിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി എല്ലാ തരത്തിലും നാശം മാത്രമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പൊന്നുമക്കളെ നിങ്ങൾ വിട്ടുനിൽക്കണം. നിങ്ങൾ ആലോചിക്കണം, പുനരാലോചന നടത്തണം. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ, സമസ്തയുടെ ഉസ്താദുമാർക്കെതിരെ വികാരം കൊണ്ട് ചിന്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ ചീത്ത പറഞ്ഞതുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല. അപ്പൊ നിങ്ങൾ ആക്ഷേപിക്കുകയല്ല, ഞാൻ ആദ്യം ആ ബഹുമാനത്തിലാണ് പറഞ്ഞത്. പ്രായവും പക്വതയും അതിന്റെ ചില ചാബല്യങ്ങളാണ്. പുനരാലോചിക്കണം. സമുദായം ഇജ്ജത്തോടുകൂടി നിലനിൽക്കണം. അതിന് സമസ്തയെ ശക്തിപ്പെടുത്തണം. സമസ്തയുടെ പ്രവർത്തനം ഇവിടെ ഭംഗിയായി നടക്കണം. ഇവിടെ മദ്രസകൾ എത്ര വലിയ ബഹുമാനം, ആദരവില മഹാന്മാര് പഴയ കാലത്ത് സംരക്ഷിച്ചത്, ആ ബഹുമാനം നിലനിൽക്കട്ടെ. നമ്മുടെ ജില്ലയിൽ വല്ലപ്പുഴ യതീംഖാന ഏറ്റവും പഴക്കമുള്ള യതീംഖാനയാ. പേര് തന്നെ സമസ്ത കേരള ദാറുൽ ഇസ്ലാം യതീംഖാന എന്നാണ്. ആ യതീംഖാനക്ക് ഇപ്പോഴും ഓരോ മാസവും ചെർപ്പളശ്ശേരിയിലെ ഒരു അമ്പല കമ്മിറ്റി ഭക്ഷണത്തിലേക്കുള്ള സഹായവും പിന്നെ അരിയും അതേപോലെ ഭക്ഷണ സാധനങ്ങളും പണവും ഒക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഒരുപാട് 50 വർഷം പഴക്കമുള്ള യതീംഖാനയുടെ ആ പഴയ ബന്ധമാണ്. സമസ്തയുടെ ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ മദ്രസകളുടെ ചരിത്രം എന്താ? മദ്രസകൾക്ക് വയറുണ്ടാക്കുമ്പോ ഇപ്പോഴും ലക്ഷ്മിക്കുട്ടിമാരും വേലായുധനും കൃഷ്ണൻകുട്ടിയും ഒക്കെ സംഭാവന തരും. ലേലം വിളിക്കാൻ സാധനങ്ങൾ തരും, സംഭാവനകൾ കൊണ്ടുവന്നു തരും. വല്ലപ്പുഴ യതീംഖാനയിലെ വാർഷികങ്ങളുടെയോ ഇപ്രാവശ്യവും ഒരു വല്ലപ്പുഴയിലെ ഒരു അമുസ്ലിം സഹോദരന് 10,000 രൂപയാണ് സംഭാവന കൊടുത്തത്. ഇവരുടെയൊക്കെ ആ ഒരു ആത്മബന്ധം പഴയ നമ്മുടെ മഹാന്മാരോടുള്ള ബന്ധമാണ്. ഔലിയാക്കളും സൂഫിയാക്കളും നിഷ്കളങ്കരുമായ ദീനിന്റെ മുത്തഖീങ്ങളായ നേതാക്കളോടുള്ള ബഹുമാനം, ആദരവ്, ആ ആദരവിലാണ് പള്ളികളും മദ്രസകളും ദീനീ സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. ആ ആദരവും സ്നേഹവും ഭദ്രമായി നിലനിൽക്കണം. ആ ആദരവും ബഹുമാനവും മനസ്സൗഹാർദ്ദവും ഒക്കെ നിലനിർത്താനാണ് സമസ്തയുടെ ആലിമീങ്ങൾ, പാണക്കാട്ട് സാദാത്തുക്കൾ അവരുടെ നിലപാട്, അവരുടെ അഭ്യർത്ഥനകൾ, അവരുടെ വളരെ ബുദ്ധിപരമായ പക്വതയോടുകൂടിയുള്ള ആലോചനകൾ നമ്മെ ഈ സമുദായത്തെ ഇസ്സത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്തും മതവിദ്യാഭ്യാസ രംഗത്തും സമുദായത്തിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിച്ച് നമുക്ക് നേടാവുന്നത് മുഴുവനും നേടി ഇൻഷാ അല്ലാഹ് ഇത്രയും കാലം ഈ സമുദായത്തെ സംരക്ഷിച്ച പാരമ്പര്യം അതാണ് നിലനിർത്തേണ്ടത്. സമസ്ത ആ രംഗത്ത് സംഘടനാപരമായി കാഴ്ചവെച്ച 90 വർഷത്തെ വിശുദ്ധി, ആ വിശുദ്ധമായ ആദർശ പാരമ്പര്യം, അതിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഈ മഹാസമ്മേളനം വളരെ മനോഹരമായ ഒരു പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നടത്തുന്നത്. അതിന്റെ എല്ലാ വിജയത്തിലും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവണം എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.